ഹരേ കൃഷ്ണ. നമ്മുടെ ഇന്നത്തെ ഗീതാ രഹസ്യം എന്ന ഭഗവത്ഗീത 18 അധ്യായത്തിൻ്റെ ഈ കോഴ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ 6-ാമത്തെ ദിവസമാണ്. ഭഗവത്ഗീതയുടെ 6-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 6-ാമത്തെ അധ്യായം ധ്യാനയോഗം എന്ന വിഷയത്തെക്കുറിച്ച് ഭഗവാൻ സംസാരിക്കുന്നതാണ്. സോ ഈ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഹാർദവമായിട്ട്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം ശ്രീവിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കദാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മളുടെ ഗീതാരഹസ്യം എന്ന ഈ ഭഗവത്ഗീത ഓവർവ്യൂവിന്റെ 18 ദിവസത്തെ ഈ കോഴ്സിലേക്ക്, 18 ദിവസത്തെ ഈ കോഴ്സിന്റെ 6-ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സോ ആസ് യൂഷ്വൽ എനിക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവരോടും ഉണ്ട്. എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ, ചെറിയ കുറച്ച് പോയിന്റുകൾ, അല്ലെങ്കിൽ പ്രധാനമായിട്ട് ആ 4 പോയിന്റുകളെ കുറിച്ചെങ്കിലും ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. പുതിയതായിട്ട് വന്നവർക്ക് തീർച്ചയായിട്ടും ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നു. ഹരേ കൃഷ്ണ. ആരെങ്കിലും മുൻപോട്ട് വന്ന് ഒന്ന് പറയാൻ ശ്രമിക്കാമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞേട്ടെ മതി. സ്റ്റെപ്പ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതില് എസ് വന്നിട്ട് സ്റ്റേ ഇൻ ദ വേൾഡ്, ശരി. ടി വന്നിട്ട് 3 ഡുവേഴ്സ്, ഇ വന്നിട്ട് ഈക്വൽ വിഷൻ, ഓക്കെ, പി വന്നിട്ട് പീസ് ഫോർമുല. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. യെസ്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്നും കൂടെ എന്തെങ്കിലും വിശദമായിട്ട് പറയാൻ സാധിക്കുമോ? പി വന്നിട്ട് പരമാത്മാ
ഓക്കെ, കുഴപ്പമില്ല, സാരമില്ല. വളരെ സന്തോഷം. അത് പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിന് പോയിന്റ് ഓർമ്മയുണ്ടോ? ബാക്കി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ. ഓക്കെ, പുതിയ ഡിവോട്ടീസ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഡിവോട്ടീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ സാധിക്കാൻ ശ്രമിക്കാമോ? ഹരേ കൃഷ്ണ. എന്താണ് ഈ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ഡിസ്കഷനാണ് ചെയ്തത്? കുറച്ചെങ്കിലും ഹരേ കൃഷ്ണ. ആ, ഹരേ രുക്മിണി കൃഷ്ണ. ലെസൺ പറഞ്ഞോളൂ. 1 സ്റ്റേ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞ കർമ്മ സന്യാസത്തിനേക്കാൾ ഭഗവാൻ അനുവദിക്കുന്ന സേവന കർമ്മമാണെന്നുള്ള കർമ്മ ഭക്തിയുടെ സേവനം എന്നുള്ള കർമ്മയോഗത്തെയാണ് എന്നുള്ളത്. നിഷ്കാമ കർമ്മം അല്ലെ? നിഷ്കാമ കർമ്മം. നിഷ്കാമ കർമ്മത്തെയാണെന്നുള്ളത്. വെരി ഗുഡ്. അതാണ് ഓക്കെ. രണ്ടാമത്തെ ത്രീ ഡൂവേഴ്സ്, 3 പേര്. ഡിവേഴ്സ് എന്നുള്ളതില് അതായത് സ്ഥിരചിത്തതയോടെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതിന് 3 തരത്തിലുള്ള ഇത് ഇനിഷ്യേറ്റർ, ഫെസിലിറ്റേറ്റർ, സാക്ഷനർ. 3. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ്, എക്സാക്ട്ലി, യെസ്, വെരി ഗുഡ്, യെസ്. ലെസൺ 3 ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ എന്ത് നേടാൻ സാധിക്കും എന്നുള്ളത്. അതായത് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാനാണ് വസിക്കുന്നതെന്നും എന്നുള്ള ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട്. അല്ല, സോറി, അല്ല പ്രഭു. എല്ലാവരുടെയും ഹൃദയത്തിലും ഭഗവാനെ കാണുന്നു എന്നുള്ളത്. എല്ലാവരുടെയും വെരി ഗുഡ്, യെസ്, യെസ്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനെ സുനീചൈവ സ്വഭാഗേച്ച പണ്ഡിത സമദർശിനഃ. വെരി ഗുഡ്, നല്ല പോയിന്റ് ആണ്. യെസ്. ഓക്കെ. ലെസൺ 4 പറയുന്നത് നമ്മൾ എങ്ങനെ ശാന്തി നേടാം എന്നതിനെ കുറിച്ചാണ്. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും എല്ലാത്തിന്റെയും ഭോക്താവ് ദേവന്മാരുടെ സർവ്വലോകങ്ങളെ അധിപനും ജീവികളിലെല്ലാം വസിക്കുന്നത് ഭഗവാൻ എന്നുള്ള ചിന്തയിലൂടെ കൃഷ്ണ അപബോധത്തിലോട്ട് ജീവിക്കുന്നവർക്ക് ശാന്തി നേടാം എന്നുള്ളത്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല നല്ല ഒബ്സർവേഷൻസ് ആണ്. താങ്ക് യു സോ മച്ച്. ആ പോയിന്റുകളെല്ലാം പറഞ്ഞതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. സോ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഒന്നുകൂടി ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ശ്ലോകം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന അധ്യായവുമായിട്ട് ഇതിന് കുറച്ച് കണക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഒന്നുകൂടി നോക്കിയിട്ട് പോകാം. ഇപ്പം ഈ പറഞ്ഞ പോയിന്റുകൾ ഇത് കറക്റ്റാണ്. പക്ഷേ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നലെ നമ്മൾ ഈ പോയിന്റ് നമ്മൾ കാണുകയുണ്ടായി. സോ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേകമായ പോയിന്റ് നമുക്ക് വിശേഷമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വീണ്ടും എന്തുകൊണ്ടാണ് ഈ നോക്കുന്നത്? ഇവിടെ ജീവാത്മാക്കള് ആഗ്രഹിക്കുന്നു, ഭഗവാൻ അത് സാങ്ഷൻ ചെയ്യുന്നു, ഈ ഭൗതിക പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം നമുക്ക് നൽകുന്നു. സോ ഇതാണ് നമുക്ക് ഈ നടക്കുന്ന കാര്യങ്ങൾ. ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് നിഷ്കാമ കർമ്മമാണ് ഏറ്റവും നല്ലത്. അതായത് നമുക്ക് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് സ്റ്റെപ്സ് നമുക്ക് കാണാൻ സാധിക്കും ഭഗവത്ഗീതയുടെ ഓരോ അധ്യായങ്ങളിൽ കൂടി. കർമ്മത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു, കർമ്മയോഗം. കർമ്മയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ പ്യൂരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹൃദയത്തെ പ്യൂരിഫൈ ചെയ്യുന്നു. ജ്ഞാനയോഗം നമ്മൾ കണ്ടു. ജ്ഞാനയോഗം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് നമ്മൾ ആര്, ഭഗവാൻ ആര്, ഭഗവാനുമായിട്ട് നമ്മുടെ കണക്ഷൻ എന്നതിനെ നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മയോഗം ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്, അല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിലൂടെ അത് നിഷ്കാമ കർമ്മം എങ്ങനെയെന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭക്തിയുടെ ഒരു സ്റ്റേജ് മുൻപിലോട്ട് നമ്മൾ വരികയാണ് ചെയ്യുന്നത്. ആ നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ ആണ് അവിടെ ആ നിഷ്കാമ കർമ്മത്തിൽ. കാരണം നമ്മൾ ആണ്, അല്ലെങ്കിൽ ഹൂ ഈസ് ദ ഡൂവർ എന്ന ചോദ്യം, ഞാനാണോ ഈ പ്രവൃത്തി ചെയ്യുന്നത്, ഞാൻ മാത്രമല്ല, ഞാൻ മാത്രം വിചാരിച്ചാൽ എനിക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ സാധിക്കത്തില്ല. ആസുരിക സ്വഭാവമുള്ളവര് എപ്പോഴും പറയുന്നത് യെസ് ഐ ക്യാൻ ഡു ഇറ്റ്. നമ്മൾ ഇന്നലെ ഞാനൊരു പ്രത്യേക സ്ലൈഡ് തന്നെ കാണുകയുണ്ടായി. ഇത് എനിക്ക് ചെയ്യാൻ പറ്റും, ഞാനാണ് ഇത് ചെയ്യുന്നത്, അതെങ്ങനെ പല കാര്യങ്ങൾ 8 മണിക്കൂർ എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചില അഹങ്കാരികമായ ഈഗോസെൻട്രിക് ആയിട്ടുള്ള ചില ചിന്താഗതികൾ ആസുരിക സ്വഭാവികൾക്ക് അതുണ്ടാകും. അപ്പൊ അവർ വിചാരിക്കും എൻ്റെ കൺട്രോളിലാണെല്ലാം നടക്കുന്നത്.
എന്നാൽ ഒരു നിഷ്കാമ കർമ്മിയ യോഗയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഒരിക്കലും അത് ചിന്തിക്കില്ല. ആ വ്യക്തിക്കറിയാം ഈ 3 എണ്ണം കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 പേര് കൂടെ ചേർന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു പ്രവൃത്തി നടക്കുകയുള്ളൂ. അതാണ് ഒരു നിഷ്കാമ യോഗിയുടെ പ്രത്യേകത, തിരിച്ചറിവ് അതാണ്. ഈ ഒരു 3 കാര്യങ്ങളോട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഇതിന്റെ അടുത്ത ഒരു ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് ഭക്തി യോഗത്തിലേക്ക് യഥാർത്ഥത്തിൽ പോകുന്നതിന് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 6ാമത്തെ അധ്യായമാണ്. അതായത് 1/3 ഓഫ് ദ കോഴ്സ്, അല്ലെങ്കിൽ 1/3 ഓഫ് ദ ഭഗവത്ഗീത ഇന്ന് നമ്മൾ തീർക്കുകയാണ്. 18 അധ്യായമുള്ളതിൽ 6 അധ്യായങ്ങൾ ഇന്ന് നമ്മൾ തീരുകയാണ്. ഈ 6ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ധ്യാന യോഗത്തിനെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് ജ്ഞാനയോഗവുമായി നോക്കുമ്പോൾ ഒരല്പം മുകളിലേക്ക് നമുക്ക് പോകുന്നുണ്ട്. അവിടെ നമുക്ക് എങ്ങനെയാണ് അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പൊ ഭഗവാനിലേക്ക് അടുക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് അതിലൊരു മാർഗം നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അതിനുശേഷം 7ാമത്തെ അധ്യായം മുതൽ നമുക്ക് ഭഗവത്ഗീതയിൽ ഭക്തി യോഗത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ ഈ 3 സ്റ്റെപ്പ്, അല്ലെങ്കിൽ 3 പേരുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ടിയിരിക്കുന്നു. അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഈ പറഞ്ഞ 3 പേര് തമ്മിലുള്ള കണക്ഷൻ? ഇന്നത്തെ 6ാമത്തെ അധ്യായത്തിന്റെ 1ാമത്തെ ലെസൺ ആണ്. അതായത് ഇന്ന് നമ്മൾക്ക് ഈസി എന്നാണ് നമ്മളൊരു ക്രോണിംസ് നമ്മൾ എടുക്കുന്നത്. ഈസി എന്നതിൽ ഇ ഫോർ എനിമി ഓർ ഫ്രണ്ട്. ആരാണ് ഈ എനിമി ഓർ ഫ്രണ്ട്? ഭഗവാൻ ഈ അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളുടെ മനസ്സിനെ കുറിച്ചിട്ടാണ്. മനസ്സ് നമ്മളുടെ ശത്രുവാണോ അതോ മിത്രമാണോ? വളരെ മനോഹരമായിട്ട് ഭഗവാൻ ഇതിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു മനസ്സ്, നമ്മളുടെ മനസ്സ് എങ്ങനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ മനസ്സിനെ കുറിച്ചിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, എങ്ങനെ ചെയ്താൽ മനസ്സ് നമ്മളുടെ ഒരു സുഹൃത്തായി മാറും, അതല്ലെങ്കിൽ എങ്ങനെയാണത് ഒരു ശത്രുവായി മാറുന്നത്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെല്ലണമെങ്കിലാണ് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ഞാനല്ല, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല പ്രവർത്തിക്കുന്നത് എങ്കിൽ പിന്നെ നമ്മുടെ ഒരു ഈഗോ സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ല. അതുമല്ല, ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും സാങ്ഷൻ തരേണ്ടത് ഭഗവാനാണ് എന്ന ചിന്ത നമുക്കുണ്ടാകുമ്പോൾ, അത് ഭൗതിക പ്രകൃതിയാണ് നമുക്ക് നൽകുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മളുടെ ഈ ആഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ആഗ്രഹങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്നുകൂടെ നമ്മൾ ചിന്തിക്കാനുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഞാൻ മാത്രമല്ല ഒരു പ്രവൃത്തിയിൽ ഇൻവോൾവ് എങ്കിൽ എനിക്ക് എങ്ങനെ പിന്നെ അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ സാധിക്കുന്നത്? സ്ലോലി നമുക്ക് ഡിറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാകാൻ സാധിക്കുന്നുണ്ടാകും. ഡിറ്റാച്ച്മെന്റ് കംസ് to one who realizes that he is not autonomous in his action. അതായത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന വ്യക്തി അല്ല ഞാൻ എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു. കാരണം അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യത എനിക്കില്ല. കാരണം ഞാനല്ല ഈ പ്രവൃത്തി ചെയ്യുന്നത്. He understands that without Lord's sanction he cannot do anything. ഭഗവാന്റെ ആ അനുവാദമില്ലാതെ എനിക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല എന്ന ബോധ്യത ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ബോധം ഉണ്ടാകുമ്പോൾ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നമുക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകും. ആ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകും ഓട്ടോമാറ്റിക്കായിട്ട്. അത് ഈ റിയലൈസേഷൻ ആവേണ്ടത്, ദാറ്റ് ഹീ ഈസ് നോട്ട് ഓട്ടോണമസ് ഇൻ ഹിസ് ആക്ഷൻ. ഞാൻ സ്വതന്ത്രനല്ല, എനിക്ക് സ്വതന്ത്രമായിട്ട് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല എന്ന തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഉണ്ടാവണം. നിഷ്കാമ കർമ്മ യോഗത്തിന് 3ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട ഉദാഹരണമാണ് ജനക മഹാരാജാവ്. One who purifies his vision and activity by Nishkama Karma Yoga can make further advancement by practice of meditation on the super soul by Ashtanga Yoga method. Nishkama Karma യോഗത്തിൽ കൂടി ഒരുവൻ മുൻപോട്ട് വരുമ്പോൾ ആ വ്യക്തി അഷ്ടാംഗ യോഗ പ്രവൃത്തി കൂടെ പ്രവർത്തിച്ചിട്ട് അദ്ദേഹത്തിന് മുൻപോട്ട് വരാൻ സാധിക്കും. By meditating on the super soul, one can develop devotion to him in Bhakti Yoga, understanding that Krishna is the supreme enjoyer. ഈ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ വരുന്നത്.
സോ അവിടെയാണ് നമുക്ക് അഷ്ടാംഗ യോഗം നമ്മളെ സഹായിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നു, ബട്ട് വൺ ഹു ഡിസൈർസ് ടു പ്രാക്ടീസ് അഷ്ടാംഗ യോഗ ഷുഡ് നോട്ട് സഡൻലി ഗിവ് അപ്പ് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ്. അഷ്ടാംഗ യോഗ പ്രക്രിയ എന്ന് പറയുമ്പോൾ അതിനാണ് ഒന്നാമത്തെ അധ്യായത്തിൽ, ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാൻ ഉവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗി ച ന നിരഗ്നിർ ചാക്രിയഃ. ഭഗവാൻ പറഞ്ഞു, കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യത തന്നെ എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അയാളാണ് യഥാർത്ഥ യോഗിയും, അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല. നമുക്ക് ചില കർത്തവ്യങ്ങളുണ്ട്. നമ്മൾ ഓരോ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഓരോ സ്റ്റേജ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോ ഉത്തരവാദിത്വം കൂടിയാണ് നമ്മൾ ഇതിൽ എടുക്കുന്നത്. ഭഗവാനിവിടെ പറയുന്നത്, ഒരു അഷ്ടാംഗ യോഗത്തിലേക്ക് പ്രവർത്തിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കുന്നതിന് മുൻപ് തനിക്കുള്ള എല്ലാ കർത്തവ്യങ്ങളും നിർവഹിച്ചതിന് ശേഷം വേണം അതിലേക്ക് ആ വ്യക്തി മുമ്പോട്ട് പോകുന്നതിനായിട്ട്. അത് ഒരു വ്യക്തി കല്യാണം കഴിച്ചു, വിവാഹം കഴിച്ച് ഒരു കുട്ടിയുണ്ടായി, ആ കുട്ടി ചെറുപ്രായമാണ്, 1, 2, 3, 4, 5 വയസ്സേ ഉള്ളൂ എങ്കിൽ ആ ആൾക്ക് ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഉടൻ തന്നെ സന്യാസം സ്വീകരിച്ചു പോകുന്നത് യുക്തിയായ കാര്യമല്ല. കാരണം അദ്ദേഹത്തിന് ആ റിലേഷൻഷിപ്പുമായി സംബന്ധിച്ച് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. അവരെ ഒരു നിലയിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം സന്യാസം സ്വീകരിച്ചു പോകാൻ പാടുള്ളൂ. അതായത് സന്യാസം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, കർമ്മസന്യാസിയല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന കർമ്മസന്യാസിയല്ല, മറിച്ച് ഫലം നമ്മൾ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതായത് കൃഷ്ണ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ധാരാളം ഫാമിലി, കുടുംബവുമായിട്ട് ഭാര്യയും കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് വീട്ടിലെ ഭഗവാന്റെ വിഗ്രഹമൊക്കെ വെച്ച് ഭഗവാനെ ആരാധിച്ച്, അതുപോലെ തന്നെ പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട്, വീട്ടിലും ചിലപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് ഭഗവാനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്ന വ്യക്തി, ഹീസ് മച്ച് ബെറ്റർ എന്ന് ഞാൻ പറയുന്നില്ല, ഹീസ് ഓൾസോ എ സന്യാസി. അദ്ദേഹം ഒരു സന്യാസ രീതിയിലാണ് ജീവിതം നയിക്കുന്നത്. ഇതെല്ലാം ത്യജിച്ചിട്ട് പോകണമെന്ന് ഒരു സ്ഥലത്തും പറയുന്നില്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ഈ ഭഗവത്ഗീതയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ, ഭഗവാൻ കൃഷ്ണൻ അർജുനനോടാണ് ഭഗവത്ഗീത പറഞ്ഞത്. ഭഗവത്ഗീത അർജുനനോട് പറഞ്ഞ അർജുനന് 4 ഭാര്യമാരുള്ള വ്യക്തിയായിരുന്നു. തൻ്റെ കർമ്മഭൂമിയായ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നുകൊണ്ടാണ് അർജുനനോട് കൃഷ്ണൻ ഈ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്, അപ്പൊ ഇവിടെ ഇതിൽ പറയുന്ന സന്യാസം എന്ന് പറയുന്നത് നമ്മുടെ കടമയെ ഇട്ടെറിഞ്ഞിട്ട് പോയി സന്യാസം സ്വീകരിക്കുന്നതിനല്ല. അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞു, ഒരു പഴയ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞിട്ട്, അതൊരു കർമ്മസന്യാസമായിരുന്നു. അത് ഇട്ടെറിഞ്ഞിട്ട് പോകുന്നതല്ല യഥാർത്ഥ സന്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. സോ ധ്യാനയോഗം എന്ന് പറഞ്ഞ ഈ അധ്യായത്തിൽ നമുക്ക് 1 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളിൽ പഠിക്കാൻ പോകുന്നത് അഡ്വാൻസിങ് ഇൻ അഷ്ടാംഗ യോഗ. അതായത് അഷ്ടാംഗ യോഗത്തിൽ എങ്ങനെ പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കും, എന്താണ് ഈ അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞാൽ. 8 സ്റ്റെപ്പുകൾ അതിലുണ്ട്. അതെല്ലാം നമ്മൾ ഇത് വിശദമായിട്ട് പഠിക്കുന്നു. അത് 30 മുതൽ 32 വരെയുള്ളതിൽ സ്റ്റേജസ് ഓഫ് അഷ്ടാംഗ യോഗ, ഓരോ സ്റ്റേജുകൾ എങ്ങനെയാണ്, അഷ്ടാംഗ യോഗത്തിലുള്ള സ്റ്റേജുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. 33 മുതൽ 36 വരെ എങ്ങനെയാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത്. 37 മുതൽ 45 വരെ നമ്മൾ ഈ അഷ്ടാംഗ യോഗമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പ്രവൃത്തികൾ മറ്റുള്ള പല രീതിയിലുള്ള ഭക്തിയിൽ മുന്നിലേക്ക് ആധ്യാത്മികപരമായിട്ട് മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരാൾ അൺസക്സസ്ഫുൾ ആവുകയാണ് എങ്കിൽ, അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആകാൻ സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെ, പിന്നെ അദ്ദേഹത്തിന് എന്തായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് നേടുന്നു എന്നുള്ളതിനെ കുറിച്ച് അർജുൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഭഗവാൻ ഉത്തരം പറയുന്നത് 37 മുതൽ 45 വരെ ശ്ലോകങ്ങളിലാണ്. 46, 47 എന്ന് പറയുന്ന ഭക്തിയോഗി എന്ന് പറയുന്നതാണ് ഏറ്റവും ഹയസ്റ്റ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്ന ഭക്തിയോഗിയാണ് എന്നുള്ളതിനെ കുറിച്ച്
46, 47 ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു അഷ്ടാംഗ യോഗയുടെ എന്താണ് ഒരു ആരൂഢ സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഭഗവാൻ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു. ഭഗവാൻ പറയുന്നത് എന്താണ്? ഇത് ഒരു കർമ്മ സന്യാസി അല്ല ഉദ്ദേശിക്കുന്ന ഭഗവാനോടെ. ഇപ്പൊ യഥാർത്ഥത്തില് സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യുകയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഭഗവാനോട് പറയുന്നുണ്ട്. യോഗ ആൻഡ് സന്യാസ ആർ സെയിം. കാരണം രണ്ടിന്റെയും പ്രധാനം എന്ന് പറയുന്നത് ഡിറ്റാച്ച്ഡ് ആക്ഷൻ ഈസ് സെയിം ആസ് റിനൗൺസിയേഷൻ. ത്യാഗം എന്ന് പറയുന്നതും ആസക്തി ഇല്ലാതെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതും ഒന്നു തന്നെ ആണ് എന്ന് ഭഗവാൻ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്ലോകം പറയുന്നതാണ് യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവ സന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. പരിത്യാഗം എന്ന് പറയുന്നത് യോഗം തന്നെയാണെന്ന് നീ അറിയണം. പരിത്യാഗം എന്ന് പറയുന്നത് യോഗം തന്നെയാണ് എന്ന് നീ അറിയണം. യോഗം എന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. പാണ്ഡുപുത്ര, ഇന്ദ്രിയ സുഖങ്ങളിലുള്ള തൃഷ്ണ ഉപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗിയാവാൻ ആവില്ല. സോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഓൾദോ വർക്കിംഗ് എ കർമ്മയോഗി ഹി റിനൗൺസസ് റിസൾട്ട്സ് ഓഫ് ഹിസ് ആക്ഷൻസ്. സന്യാസി his mind does not dwell on enjoyment of senses. അതാണ് യോഗിയുടെ. അപ്പൊ സന്യാസി എന്ന് പറയുന്നത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എ കർമ്മയോഗി ഹി റിനൗൺസസ് റിസൾട്ട് ഓഫ് ഹിസ് ആക്ഷൻ. അതാണ് നിഷ്കാമ കർമ്മം. അതിന്റെ റിസൾട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഹിസ് മൈൻഡ് ഡസ് നോട്ട് ഡ്വെൽ ഓൺ എൻജോയ്മെന്റ് ഓഫ് സെൻസസ്. അതാണ് യോഗി. ഇത് രണ്ടും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൈൻഡ് കൺട്രോളുമായി കണക്ട് ചെയ്തതാണ് ഉള്ളതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 3-4 വേഴ്സില് 2 ലെവൽസ് ഓഫ് അഷ്ടാംഗ യോഗ ഇത് പറയുന്നതാണ്. യോഗാരുക്ഷ, അതായത് ബിഗിനിങ്, അതായത് ഒരു സ്റ്റാർട്ടിങ് ആണ് അവിടെ വരുന്നത്. എന്താണ് 3-ാമത്തെ പറയുന്നത്? ആരൂരുക്ഷോർ മുനേർ യോഗം കർമ്മകാരണം മുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമ കാരണം ഉച്യതേ. അഷ്ടാംഗയോഗ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മമത്രേ മാർഗം. ഒരിക്കലും കർമ്മത്തെ ത്യജിക്കാൻ പാടില്ല, നമ്മളൊരു പ്രിപ്പയർഡ് ആവാതെ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഒരു രാജാവിന്റെ കഥ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുകയുണ്ടായി. ആ രാജാവ് സന്യാസം സ്വീകരിച്ച് വനത്തിൽ പോയി. പക്ഷെ അദ്ദേഹത്തിന് മെന്റലി കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല. അതാണ് പക്വതയാകാത്ത ഒരു വ്യക്തി സന്യാസം സ്വീകരിച്ചാലുള്ള കഷ്ടമാണ്. സോ അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിഷ്കാമ കർമ്മത്തിലുള്ള പ്രവർത്തനം പ്രവർത്തിച്ച് അതിനുശേഷം ഒരു ഡിറ്റാച്ച്മെന്റ് പ്രോപ്പറായിട്ട് അതിനുശേഷം വേണം നമുക്ക് അഷ്ടാംഗ യോഗത്തിലേക്ക് കടക്കാൻ. അതാണ് ഡിറ്റാച്ച്മെന്റ് ആൻഡ് ഓൾസോ പ്രാക്ടീസ് അഷ്ടാംഗ യോഗ, യമ നിയമ പ്രാണായാമ ആസന എക്സെട്ര ദാറ്റ് ഗ്രാജുവലി പ്യൂരിഫൈസ് ദ ഹാർട്ട് ഓഫ് ഫ്രൂട്ടീവ് ഡിസയേഴ്സ്. സോ നമ്മളെ ഗ്രാജുവലി നമുക്കത് പ്യൂരിഫൈ ചെയ്ത് നമുക്ക് മുകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. സോ എന്താണ് ഈ അഷ്ടാംഗ യോഗ? അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞാൽ 8 അംഗമുള്ള യോഗ എന്നാണ്. സാധാരണഗതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ ഒരു യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാരീരികമായ എക്സർസൈസ് ആണ് എന്നൊരു തോന്നൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. ഇപ്പൊ അടുത്തിടെ നമുക്കറിയാം ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് ജനുവരി 21 ഏതോ ഒരു ദിവസത്തെ തീരുമാനിച്ച് ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് എല്ലാവരും അത് ആഘോഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വലിയൊരു പ്രചാരത്തിലൊക്കെ ആയിട്ടുണ്ട്. ഈ ലോകം മുഴുവൻ യോഗയെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായി. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അത് പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ശാരീരിക എക്സർസൈസ് ആയിട്ട് അല്ലെങ്കിൽ ഭൗതികപരമായിട്ട് നമ്മൾ ആനന്ദിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് അത് മാറി എന്നുള്ളതൊരു വലിയ ദോഷകരമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ ഒരു ദുഃഖം നൽകുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഹിസ് ഹോളിനെസ് രാധാനാഥ സ്വാമി മഹാരാജ് എന്ന് പറയുന്ന ഒരു മഹാരാജ് ഇസ്കോണിൽ എന്ന് പറയുന്ന ഒരു സന്യാസിയനാണ്. അദ്ദേഹം നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലോകത്തിലെ വളരെ ഫേമസ് ആയ ഒരു യോഗ ടീച്ചർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ലോകത്തിലില്ല.
അദ്ദേഹം ശരീരം വെടിഞ്ഞു. 95-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ശരീരം വെടിയുന്നത്. അദ്ദേഹത്തിനെ ചെന്ന് ഈ സന്യാസി അല്ലെങ്കിൽ നമ്മുടെ ഹിസ് ഹോളിനെസ് രാധാനാഥ സ്വാമി മഹാരാജ് എന്ന് പറയുന്നത് അദ്ദേഹം പോയി കണ്ടു. അദ്ദേഹം ഒരു അയ്യങ്കാരായിരുന്നു. അദ്ദേഹം ഒരു ശ്രീ വൈഷ്ണവ കുലത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അയ്യങ്കാർ ഫാമിലിയിലാണ് ജനിച്ചത്. പക്ഷെ അദ്ദേഹം അയ്യങ്കാർ യോഗ സെന്റർ എന്ന് പറയുന്ന ലോകം മുഴുവൻ പ്രശസ്തമായ ഒരുപാട് യോഗ സെന്റേഴ്സ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹത്തിന് ഒരുപാട് പഠിപ്പിച്ചു. ഒരുപാട് ആൾക്കാരെ യോഗ പഠിപ്പിച്ചിരുന്നു അദ്ദേഹം. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ കാണാനായിട്ട് ഈ സന്യാസി വര്യൻ ചെന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ അവർ സംസാരിച്ചപ്പോൾ ആ യോഗാചാര്യൻ അദ്ദേഹം പറയുകയാണ്, എനിക്ക് വലിയൊരു വിഷമമുണ്ട്. ഇദ്ദേഹം പറഞ്ഞു, അതേപോലെ നിങ്ങൾ വലിയൊരു വൈഷ്ണവ സന്യാസിയാണ്, നിങ്ങൾ വലിയ മഹാനായ വ്യക്തിയാണ് എന്നൊക്കെ ഈ യോഗാചാര്യൻ ഈ സന്യാസി മഹാരാജനെ കുറിച്ച് പറഞ്ഞപ്പോൾ മഹാരാജ് തിരിച്ചു പറഞ്ഞു, ഇല്ല, നിങ്ങളല്ലേ ലോക പ്രശസ്തനായ വ്യക്തി, നിങ്ങൾക്ക് ലോകം മുഴുവൻ ഈ യോഗ സെന്ററുകളുണ്ട്, നിങ്ങൾ വലിയ പ്രശസ്തനായ വ്യക്തിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് വലിയൊരു ദുഃഖമുണ്ട് മനസ്സിൽ. കാരണം എൻ്റെ അടുത്ത് യോഗ പഠിക്കാൻ വരുന്നവരെല്ലാവരും വരുന്നത് ഒരു ശാരീരിക എക്സർസൈസ് എന്ന നിലയിലാണ്. യഥാർത്ഥത്തിൽ യോഗ എന്ന് പറയുന്നത് അതല്ല അതിന്റെ പർപ്പസ് എന്ന് ആൾക്കാർ മനസ്സിലാകുന്നില്ല. അതിനെ മനസ്സിലാക്കാതെ ആണ് പഠിക്കാൻ വരുന്നത്. അതിനുശേഷം ഈ സന്യാസി വര്യനെ മഹാരാജനെ സന്യാസി വര്യനെ കണ്ട് അതിനുശേഷം അദ്ദേഹം ഒരു ബുക്ക് എഴുതുകയുണ്ടായി. ആ ബുക്കിൽ അവസാനം അദ്ദേഹം എഴുതി യോഗ എന്ന് പറയുന്നത് ഭഗവാനിൽ എത്തിച്ചേരുന്നതിനുള്ള മാർഗമാണ്, അതാണ് യഥാർത്ഥ യോഗ എന്ന് പറഞ്ഞ് ഒരു കമന്റ് എഴുതിക്കൊണ്ട് അദ്ദേഹം ഒരു ബുക്ക് എഴുതി. അപ്പൊ 95-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഇങ്ങനൊരു കാര്യം പറയുകയുണ്ടായി, അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന് അതിന്റെ യഥാർത്ഥ പർപ്പസ് അദ്ദേഹത്തിന് ഒരു ബുക്കിൽ എഴുതാൻ സാധിച്ചല്ലോ എന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു കൃതജ്ഞതയുണ്ടായി. അപ്പം അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞാൽ 8 അംഗങ്ങൾ അടങ്ങിയതാണ്. അതിൽ ഒന്നാമത്തേതാണ് യമ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൺസ് അല്ലെങ്കിൽ പ്രൊഹിബിഷൻസ്, ചെയ്യാൻ പാടില്ലാത്തത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതാത്തത്. രണ്ടാമത്തെ നിയമ, അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ. യമ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്, നിയമ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ആസന എന്ന് പറയുന്നതാണ് ബോഡിലി എക്സർസൈസസ്. ഇതാണ് സാധാരണ യോഗ എന്നുകൊണ്ട് സാധാരണ ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് ആസനയാണ്. യോഗ എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിൽ വരുന്ന പിക്ചർ തലകുത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ കയ്യിലൊക്കെ കുത്തി നിൽക്കുന്ന അങ്ങനെ സർവാംഗാസനം എന്നൊക്കെ പറയുന്ന ആസനത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ യോഗ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കൺസെപ്റ്റ്. പക്ഷെ ഈ ആസന എന്ന് പറയുന്നത് വെറും ഒരു അംഗം മാത്രമാണ്, ഒരു അംഗം മാത്രമാണ് അഷ്ടാംഗ യോഗയിൽ, അല്ലെങ്കിൽ യോഗയിലുള്ള ഒരേ ഒരു അംഗം മാത്രമാണ് ഈ ആസന എന്ന് പറയുന്നത്. ഇത് ശാരീരികമായ എക്സർസൈസുകളെയാണ് ആസന എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രാണായാമ, ബ്രീത്തിങ് എക്സർസൈസ്, ഇത് പലരും കേട്ടിട്ടുണ്ട്. പ്രത്യാഹാര, വിത്ഡ്രോയിങ് സെൻസസ് ഫ്രം സെൻസ് ഒബ്ജെക്ട്സ്, ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക. ധാരണ, ഫിക്സിംഗ് മൈൻഡ് ഓൺ ലോർഡ്സ് ഫോം. ധാരണ എന്ന് പറയുന്നത് ഭഗവാനിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ധാരണ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7 ധ്യാന, ഇന്റൻസിഫൈഡ് മെഡിറ്റേഷൻ ഓൺ സൂപ്പർ സോൾ. ഭഗവാനിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് പൂർണ്ണമായും നമ്മൾ ഭഗവാനെ ധ്യാനിക്കുക എന്നുള്ളതാണ് ധ്യാന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എവിടെയാണ് ധ്യാനിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം നമ്മൾ ശ്ലോകത്തിൽ കണ്ടു, 2 പുരികത്തിന്റെ നടുവില് ഭഗവാനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യണം. 8-ാമത്തേതാണ് സമാധി എന്ന് പറയുന്നത്, കംപ്ലീറ്റ് അബ്സോർപ്ഷൻ. അതായത് അതീന്ദ്രിയമായ ഒരു തലത്തിനെ കുറിച്ചിട്ടാണ് സമാധി എന്ന ആ ഒരു അവസ്ഥയെ പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇതാണ് 8 അംഗങ്ങളുള്ള അഷ്ടാംഗ യോഗം. പതഞ്ജലി എന്ന് പറയുന്ന യോഗ സൂത്രത്തിൽ കൂടി പറഞ്ഞു തന്നിരിക്കുന്ന കാര്യമാണിത്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ യോഗ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് യമ? എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് മുമ്പ് പറഞ്ഞു, ചെയ്യാൻ പാടില്ലാത്തത്. യമ എന്ന് പറഞ്ഞാൽ അഹിംസ, സത്യ, അഷ്ടേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹ. അതായത് ചെയ്യാൻ പാടില്ലാത്ത എന്താണ്? വയലൻസ് പാടില്ല, ഹിംസ പാടില്ല, അസത്യം പറയാൻ പാടില്ല, മോഷണം പാടില്ല, ബ്രഹ്മചര്യ വിടാൻ പാടില്ല, പിന്നെ നോൺ പൊസസീവ്നെസ്, അതായത് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ എന്റേതാണ് എന്നുള്ള ആ തോന്നലുകൾ പാടില്ല. ഇതാണ് സോഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചെയ്യേണ്ട എന്തൊക്കെയാണ്? ശൗച്യ, സന്തോഷ, തപസ്, സ്വാധ്യായ, ഈശ്വര പ്രണിധന.
സോ ഭഗവാന് ഈ പ്രണിധന എന്ന് പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ അയ്യങ്കാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയ ഈശ്വര പ്രണിധന. ഇതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം എഴുതിയത് ഈ ഒരു വാക്കാണ്. സോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശൗചമുണ്ട്, ക്ലെൻലിനെസ് ആയിരിക്കണം, വളരെ സന്തോഷത്തോടു ഇരിക്കണം, നമ്മൾ വളരെ തപശ്ചര്യ ഉണ്ടാവണം, അതായത് രാവിലെ എഴുന്നേക്കണം, ഒരുപാട് അങ്ങനെ ചിലൊക്കെ ചെയ്യാനൊക്കെയുള്ള ഓസ്ട്രിറ്റീസ്. സ്വാധ്യായ എന്ന് പറഞ്ഞാൽ പഠനം, ഗ്രന്ഥങ്ങൾ പഠിക്കുക, ഭഗവാനിൽ ശരണം പ്രാപിക്കുക. ദിസ് ഈസ് വൺ ഓഫ് ദ മെയിൻ തിങ് ഇൻ അഷ്ടാംഗ യോഗ. പ്രാണായാമ എന്ന് പറയുമ്പോൾ നമുക്ക് 3-ാമത്തെ 4-ാമത്തെ ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, when one is completely purified from material desires, he can give up nishkama karma yoga and practice ashtanga yoga exclusively. This is a steady stage of meditation. അപ്പൊ ഈ ഒരു പ്രാണായാമ സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് 3-ലും 4-ലും പഠിക്കാൻ സാധിക്കുന്നത്, ഭൗതിക തൃഷ്ണകളെല്ലാം ത്യജിച്ച് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയോ ഫലം ഉദ്ദേശിച്ചോ താനൊന്നും പ്രവർത്തിക്കാത്ത ആളെ യോഗാരൂഢൻ എന്ന് പറയാം. അപ്പൊ ഈ ഒരു സ്റ്റേജ്, ഇതെല്ലാം അഷ്ടാംഗ യോഗങ്ങളിലെ ഈ ആസന എന്ന് പറയുന്ന ഇതിലുള്ള കാര്യങ്ങളാണ്. നമുക്കിവിടെ പടങ്ങൾ കാണാൻ സാധിക്കും. ഇതെല്ലാം ആസനാസാണ്. പ്രാണായാമ ഇതെല്ലാം അനുലോപ വിലോമ പ്രാണായാമമാണ്. ഇത് 2 ഇത് കപാൽ ഭാത്തി എന്ന് പറയും. സോ അങ്ങനെ പറയുന്നതാണ് ഈ പ്രാണായാമ എന്ന് പറയുന്ന സ്റ്റേജ്. ആസനമാണ് ഇതെല്ലാം. സാധാരണഗതിയിൽ യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് സർവാംഗാസനം, ഇങ്ങനെ പറയുന്ന ഒരുപാട്, മയൂരാസനമുണ്ട്, സൂര്യ നമസ്കാരമുണ്ട്. സോ ഇങ്ങനെ പല കാര്യങ്ങൾ കാണാം. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു വ്യക്തി, ഇതെല്ലാം കഴിയുന്ന ഒരു വ്യക്തിക്ക് ആ ഡിറ്റാച്ച്മെന്റ് മാറി മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമ്പോൾ നിഷ്കാമ കർമ്മ യോഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് സ്ലോലി നമ്മുടെ പറയുന്ന അഷ്ടാംഗ യോഗ പ്രക്രിയയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? യോഗാരൂക്ഷ ആൻഡ് യോഗാരൂഢ. അപ്പൊ 2-ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ യോഗാരൂഢ, അതായത് അതിന്റെ ഓരോ സ്റ്റേജിലേക്ക് കയറി വരാൻ സാധിക്കണം. മൈൻഡ് കൺട്രോൾ ആൻഡ് ഡിറ്റാച്ച്മെന്റ് ഫ്രം സെൻസ് ഒബ്ജക്ട്സ് ആർ ദ റിക്വയർമെന്റ്സ് ടു കം ടു ദ അഡ്വാൻസ്ഡ് സ്റ്റേജ് കോൾഡ് യോഗാരൂഢ സ്റ്റേജ്. അതാണ് യോഗാരൂഢ സ്റ്റേജിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നിഷ്കാമ കർമ്മത്തിൽ നിന്ന് മാറി ഇവിടെയാണ് ഭഗവാൻ പറയുന്നത്. അത് അവിടെയാണ്. അപ്പൊ ഈ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഡിറ്റാച്ച്മെന്റ് ആവണം. നമ്മൾ അതിൽ നിന്ന് ആസക്തി മാറ്റിക്കൊണ്ട് നമ്മൾ ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ, അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ ഇമ്പോർട്ടൻസ് ഓഫ് മൈൻഡ് കൺട്രോളിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്താണ് മൈൻഡ് കൺട്രോൾ. അഷ്ടാംഗ യോഗത്തിൽ എന്ന് പറയുന്നത് മൈൻഡ് കൺട്രോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഷ്ടാംഗ യോഗം മാത്രമല്ല, ഏത് യോഗ പ്രക്രിയയിലൂടെയാണെങ്കിലും മനസ്സ് എന്ന് പറയുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ പഠിക്കാനുള്ള പോയിന്റ്. വെദർ മൈൻഡ് ഈസ് എൻ എനിമി ഓർ എ ഫ്രണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അത് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്താണ്? 5-ാമത്തെ 6-ാമത്തെ ശ്ലോകത്തിൽ നോക്കിയാൽ, ഉത്തരേതാത്മനാത്മാനം നാത്മാൻ അവമസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മനഃ. മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം, അധപ്പതിക്കരുത്. ബദ്ധനായ ആത്മാവിന് തന്റെ മനസ്സ് എത്രേ ബന്ധു, അതുതന്നെയാണ് ശത്രുവും. സോ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബന്ധുവുമാണ് ശത്രുവുമാണ്. ബന്ധുരാത്മാന ആത്മനസ്തസ്യ യേനാത്മൈവാത്മനാജിതഃ അനാത്മനവസ്തു ശത്രുത്വേ ആത്മൈവ ശത്രുവത്. മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്, അത് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവുമായിരിക്കും. സോ അപ്പൊ മനസ്സിനെ നമ്മൾ മിത്രമാക്കണോ അതോ ശത്രുവാക്കണോ എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. സോ ഭഗവാൻ ഇവിടെ പറയുന്നത് മനസ്സ് തന്നെയാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നവന് മനസ്സ് അവനൊരു ബന്ധുവാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ മനസ്സ് അവന് ശത്രുവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ അൺകൺട്രോൾഡ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യവും എല്ലാം ഉണ്ടാവും. അൺകൺട്രോൾഡ് മൈൻഡ് എന്ത് ചെയ്യാൻ പറ്റും? ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ലോസ് ഓഫ് ട്രസ്റ്റ്, മാഡ്നെസ്, dangerous diseases, damage to oneself, family and society, depression, stress, hypertension,
വീക്കെൻഡ് ഡിറ്റർമിനേഷൻ. സോ എല്ലാം നമുക്കുണ്ടാകുന്നത് ഒരു ഡിസ്റ്റർബ്ഡ് മൈൻഡാണ്, അല്ലെങ്കിൽ അൺകൺട്രോൾഡ് മൈൻഡാണ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരു തരത്തിലും ആത്മനിയന്ത്രണം നമുക്കില്ല. സോ ഭഗവാൻ പറഞ്ഞു, ഈ ആത്മനിയന്ത്രണം ഉള്ളവന് മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സോ ഇതുകൊണ്ടുള്ള റിസൾട്ട് എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. മർഡർ, ലിക്കർ. ഹരേ കൃഷ്ണ. ദയവായിട്ട് എല്ലാവരും ഒന്ന് മ്യൂട്ടിലിരിക്കുക. ആരുടെ അൺമ്യൂട്ട് ആയിട്ടുണ്ട്, ദയവായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇടയ്ക്ക് കൈ ഉയർത്താം, അപ്പം നമുക്കതിന് ചാൻസ് തരുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ മ്യൂട്ടിലിരിക്കാൻ ശ്രമിക്കുക. സോ മർഡർ ഉണ്ടാകാം, ലിക്കറിനെ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളെ ശരണം പ്രാപിക്കും, ആത്മഹത്യ, സിഗരറ്റ്, വീടുകൾ കത്തിക്കുക. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? റിസൾട്ട് ഓഫ് അൺകൺട്രോൾഡ് മൈൻഡാണ്. തൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാകുമ്പോൾ ദേഷ്യവും ഒക്കെ വന്നിട്ടുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളാണ് ഇന്ന് ഈ ലോകത്തിൽ കാണുന്നത്. ഇതെല്ലാം കാരണം എന്ന് പറയുന്ന ഒരു അൺകൺട്രോൾഡ് മൈൻഡാണ്. എങ്ങനെയാണ് മനസ്സ് വർക്ക് ചെയ്യുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, സാഖ്യ യോഗത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അനലിറ്റിക്കൽ സ്റ്റഡിയെ കുറിച്ച് പറഞ്ഞപ്പോൾ, നമ്മൾ 24 ഘടകങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞതാണ് നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ: കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് മനസ്സിന്റെ, അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് സ്റ്റോർ ഹൗസ് ആണ്. ഈ സ്റ്റോർ ഹൗസിനുള്ള കാര്യങ്ങൾ എടുത്ത് കിട്ടുന്നത് ഈ പറഞ്ഞ 5 ജ്ഞാന ഇന്ദ്രിയങ്ങളിൽ നിന്നാണ്. സപ്പോസ് ഈ ഒരു ഇതിലേക്ക് നോക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ 5 വിരൽ നമ്മൾ ആലോചിക്കുക. കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, ത്വക്ക് എന്ന് പറയുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് എങ്കിൽ, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സാണ് സ്റ്റോർ ഹൗസ്. ഇത് മനസ്സാണെന്ന് കരുതുക. ഈ മനസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതിന് ഈ മനസ്സ് എന്ന് പറയുന്ന വസ്തുവിൽ നിന്നാണ് നമ്മുടെ ഇന്റലിജൻസ് ഡിസിഷൻ എടുത്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതാണ് മനസ്സിന്റെ ആക്ച്വലി മെക്കാനിസം എന്ന് പറയുന്നത്. മനസ്സ് അതേ രീതിയിലാണ് നമുക്ക് പ്രവർത്തിക്കുന്നത്. എങ്ങനെ? ഈ ഒരു ഞാൻ നേരത്തെ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഗിഗോ പ്രിൻസിപ്പിൾ എന്ന് പറയും. അത് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഗിഗോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർബേജ് ഇൻ, ഗാർബേജ് ഔട്ട്. ഈ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളാണ് കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും രുചിക്കുകയും ചെയ്യുന്നത് എങ്കിൽ, കേൾക്കുകയും ചെയ്യുന്നത് എങ്കിൽ, മനസ്സിലേക്ക് വരുന്നതും സ്റ്റോർ ഹൗസ് ഓഫ് തോട്ട്സ്, അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്, പ്രീവിയസ് എക്സ്പീരിയൻസസ്. കാരണം ഇതെല്ലാം നേടുന്നത് ഈ പറഞ്ഞ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നാണ്. ഇതുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം മനസ്സിൽ കിടന്നിട്ട് അതിലിട്ട് തോട്ട് പ്രോസസ്സുകൾ ചെയ്ത് നമ്മുടെ ഇന്റലിജൻസിനെ കൊണ്ട് ഡിസിഷൻ എടുത്തിട്ട് നമ്മളെ കൊണ്ട്, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടത് പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് മനസ്സിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇത് മനസ്സ് നമ്മുടെ ശരീരമാണ്, നമ്മുടെ ശരീരത്തിനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്. ഈ കാണുന്ന 5 കുതിരകൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ ആണെന്ന് കരുതുക. 1, 2, 3, 4, 5. ഈ 5 കുതിരകൾ എന്ന് പറയുന്നത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാണ്. ഇത് നമ്മുടെ മനസ്സാണ്, ഇത് നമ്മുടെ ആത്മാവാണ്. ഈ കാണുന്ന രഥം എന്ന് പറയുന്ന, അല്ലെങ്കിൽ തേര് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ഈ 5 കുതിരകൾ ഒരു കൺട്രോൾ ഇല്ലാതെ നമ്മൾ വിടുകയാണെങ്കിൽ എന്താകും ഈ ആത്മാവിന്റെ സ്ഥിതി? ഈ മനസ്സ് എങ്ങനെ കൊണ്ടുപോകും? കാരണം ഈ 5 കുതിരകൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് 5 ദിശകളിലേക്ക് പറന്നു പോയി അല്ലെങ്കിൽ ഓടിക്കഴിഞ്ഞാൽ ഈ ശരീരമാകുന്ന രഥം തച്ചുടച്ചു പോകും. ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. 5 സെൻസസ്, മൈൻഡ്, ഇന്റലിജൻസ്, സോള്, അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ഒരു കൺട്രോളും ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ പറയുന്നത് സിംറ്റംസ് ഓഫ് എ പേഴ്സൺ ഇൻ യോഗാരൂഢ സ്റ്റേജ്. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ
സമാഹിതഃ ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇതി ഉച്യതേ യോഗി സമലോഷ്ടാസ്മ കാഞ്ചനഃ സുഹൃൻ മിത്രാരി ഉദാസീന മധ്യസ്ഥ ദ്വേഷ്യ ബന്ധുസു സാധുഷ്വ അപി ച പാപേഷു സമാബുദ്ധിർ വിശിഷ്യതേ. സോ 7 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇതിൽ പറയുന്നത്. മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവും എല്ലാം ഒന്നുപോലെ. ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായ ഒരാളെ ആത്മസാക്ഷാത്കാര നിഷ്ഠനായ യോഗി എന്ന് പറയാം. ആത്മസംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും ഒന്നുപോലെ തന്നെ. സ്വന്തം സുഹൃത്തുക്കൾ, ഗുണകാംക്ഷികൾ, ശത്രുക്കൾ, ഉദാസീനന്മാർ, ഈർഷാലുക്കൾ, ബന്ധുക്കൾ, സജ്ജനങ്ങൾ, പാപികൾ എന്നിവരെയെല്ലാം സമഭാവനയോടെ വീക്ഷിക്കുന്നവർ അല്പം കൂടി പുരോഗതി നേടിയവരാണ്. സോ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മനസ്സിനെ കൺട്രോൾ ചെയ്ത ഒരാത്മാവിനെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ആയിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സ്. മുമ്പ് പറഞ്ഞതുപോലെ ഈ 5 കുതിരകളെ കുറിച്ച് പറഞ്ഞതുപോലെ 5 ദിക്കിലേക്ക് പോകുന്നതല്ല. ഇപ്പൊ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല ബുദ്ധിക്ക് എങ്കിൽ ആത്മാവും ആ പറയുന്ന ശരീരം കൊണ്ട് ആത്മാവിന് നാശം തന്നെയായിരിക്കും സംഭവിക്കുന്നത്. സോ having described the perfectional stage of Ashtanga Yoga, will now describe the activities in the practice stage, that is method to achieve the goal of perfection. എങ്ങനെ നമുക്ക് അതിനെ പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് ആക്കാൻ സാധിക്കും? അതാണ് 6-ാമത്തെ അധ്യായത്തിൽ 10 മുതൽ 17 വരെയുള്ള ശ്ലോകങ്ങളിലെ മെഡിറ്റേഷന്റെ രീതികൾ നമുക്ക് പറഞ്ഞു തരികയാണ് ഭഗവാൻ ചെയ്യുന്നത്. പിന്നീട് 18 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങളിൽ പെർഫെക്ഷൻ ഇൻ മെഡിറ്റേഷൻ ആണ്. ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ 2-ാമത്തെ ലെസൺ ആണ് എ ഫോർ അഷ്ടാംഗ യോഗ. 10 മുതൽ 36 വരെ ശ്ലോകങ്ങൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രാക്ടീസിങ് ഇൻ യോഗാരൂഢ സ്റ്റേജ്, അതാണ് 10-ാമത്തെ ശ്ലോകത്തിൽ. യോഗി യുജ്ഞി ആത്മാനം രഹസ്യസ്ഥിതഃ ഏകാഗി യതചിത്താത്മാ നിരാശീര പരിഗ്രഹ. ഒരു അതീന്ദ്രിയ ജ്ഞാനി എപ്പോഴും തന്റെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ പരമപുരുഷനുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുത്തണം. വിജന സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയും മനസ്സിനെ ശ്രദ്ധയോടെ നിയന്ത്രിക്കുകയും വേണം. അയാൾക്ക് യാതൊന്നിലും ആശയമോ മമതയോ തോന്നരുത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഭാഗങ്ങളാണ്. കാരണം ഈ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്, മുമ്പ് പറഞ്ഞു, നിഷ്കാമ കർമ്മത്തിന്റെ അടുത്ത സ്റ്റേജ്. അതിൽ നിന്ന് അടുത്ത സ്റ്റേജാണ് ഈ അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞു. പ്രാക്ടിക്കലി നമുക്കിത് സാധ്യമാണോ എന്ന് നമ്മൾ ശ്രദ്ധയോടു കൂടി കേട്ടിരിക്കുക. അപ്പോ ഈ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് വരണമെങ്കിൽ പ്രാക്ടീസിങ് ഇൻ യോഗാരൂഢ സ്റ്റേജ് എന്ന് പറയുന്നതാണ് അഷ്ടാംഗ യോഗയുടെ ചെയ്യേണ്ട പ്രവൃത്തികൾ. അതിന് മുമ്പ് കണ്ട 8 കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്കാണ് വരേണ്ടത്. അപ്പൊ 1-ാമത്തെ സ്റ്റേജ് എന്താ പറയുന്നത്? ഒരു അതീന്ദ്രിയ ജ്ഞാനി എപ്പോഴും തന്റെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ പരമപുരുഷനുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുത്തണം. ശ്രദ്ധിക്കുക, വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയും മനസ്സിനെ ശ്രദ്ധയോടെ നിയന്ത്രിക്കുകയും വേണം. അയാൾക്ക് യാതൊന്നിലും ആശയോ മമതയോ തോന്നരുത്. ഇതൊക്കെ പ്രാക്ടിക്കലി നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണോ? ഇനി ഇരിക്കുന്നത് എങ്ങനെയാണ്? യോഗ പരിശീലനത്തിൽ ഉദ്ദേശിക്കുന്നവർ ഒരു വിജന സ്ഥലത്ത് പോയി നിലത്ത് കുശപ്പുല്ല് വിരിച്ച്, കുശപ്പുല്ല് എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ലാണ് ഉദ്ദേശിക്കുന്നത്, അതിനു മീതെ മാൻതോലും വസ്ത്രവും വിരിക്കണം. ഇരിപ്പിടം അത്യുന്നതമോ ഏറെ താഴ്ന്നതോ ആവരുത്. പരിസരം വിശുദ്ധമായിരിക്കണം. യോഗി ഈ ആസനത്തിൽ ഉറച്ചിരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഏകാഗ്രചിത്തനായി ആത്മശുദ്ധീകരണത്തിന് വേണ്ടി യോഗം അനുഷ്ഠിക്കണം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഫോട്ടോ, നമ്മളൊക്കെ ഇങ്ങനെ പോയി ഇരിക്കുന്നതായിട്ടൊന്ന് ഊഹിച്ച് നോക്കിയാട്ട് നല്ല രസമായിരിക്കും അല്ലേ? ഇവിടെ ഒരു കുശ എന്ന് പറഞ്ഞാല് ഗർഭപ്പുല്ല് കൊണ്ടുള്ള ഇത് അടിയിലുണ്ടാവും, ഇത് കാണുന്നില്ല. അതിന് മുകളിൽ പുലിത്തോലിടണം. അതിന് മുകളിൽ ഒരു തുണി ഇട്ടിട്ട് പത്മാസനത്തിലൊക്കെ ഇരുന്ന്
ഒരേ രീതിയിലിരുന്ന് ഭഗവാനെ ഈ ഒരു രൂപം ഭഗവാനെ നമ്മുടെ പുരികങ്ങളുടെ ഇടയിൽ ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നമ്മളിരിക്കണം. അതിനെയും എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് 13-14 ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. തന്റെ ശരീരവും കഴുത്തും ഋജുരേഖയിൽ നിർത്തിക്കൊണ്ട് യോഗി നാസാഗ്രത്തിൽ ദൃഷ്ടിയൂന്നണം. സ്വസ്ഥവും നിയന്ത്രിതവുമായ മനസ്സോടെ നിർഭയനായി ബ്രഹ്മചര്യനിഷ്ഠനായി സ്വഹൃദയസ്ഥനായ എന്നെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഗ്രഹിച്ച് ധ്യാനിക്കണം. ഭഗവാനാണ് ഇത് പറയുന്നത്. അപ്പൊ എന്നെ ഭഗവാനെ ധ്യാനിക്കുന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ സ്പഷ്ടമായിട്ട് പറയുന്നത്. അപ്പോ ഞാൻ പറയുന്നത് ഇത് പ്രാക്ടിക്കലി നമ്മൾക്ക് എത്രമാത്രം സാധിക്കും എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറയുന്നത്. ഇതൊക്കെ എത്ര നമ്മൾ ഇരിക്കുന്ന നമ്മളിൽ എത്ര പേർക്ക് ഇത് സാധിക്കും എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. തന്റെ ശരീരവും കഴുത്തും ഋജുരേഖയിൽ നിർത്തിക്കൊണ്ട് യോഗി നാസാഗ്രത്തിൽ ദൃഷ്ടിയൂന്നണം. അതായത് പകുതി കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ മൂക്കിന്റെ അറ്റത്തേക്ക് ദർശിക്കണം എന്നാ പറയുന്നത്. സ്വസ്ഥവും നിയന്ത്രിതവുമായ മനസ്സോടെ നിർഭയനായി ബ്രഹ്മചര്യനിഷ്ഠനായി സ്വഹൃദയസ്ഥനായ എന്നെ അതായത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാനെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഗ്രഹിച്ച് ധ്യാനിക്കണം. ആ ഒരു ഇതിലായിരിക്കണം ധ്യാനം മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. സോ 16 മുതൽ 17 വരെയുള്ള ശ്ലോകങ്ങളിൽ എന്താണ് യോഗയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അർജുന, വളരെ കുറച്ച് മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാവാൻ കഴിയില്ല. ഹരേ കൃഷ്ണ. ആരോ ഒരാള് സ്ക്രീനിൽ വരയ്ക്കുന്നൊക്കെ ഉണ്ട്. സോ ദയവായിട്ട് അത് അവോയ്ഡ് ചെയ്യുക. എല്ലാവർക്കും മറ്റുള്ളവർക്കൂടെ ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട്. സോ ദയവായിട്ട് അതൊന്ന് അൺഡു ചെയ്യുമോ? അത് കുട്ടികൾ ആരെങ്കിലും ആണോ? ഒന്ന് അൺഡു ചെയ്യാമോ? ആ വരയൊന്ന് മാറ്റാൻ സാധിക്കുമോ? ആരാണ് ചെയ്തത്? വൈറ്റ് ബോർഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് വരയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അൺഡു ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അടുത്തിരിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം ദയവായിട്ട്. കാരണം മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആകും. ഇത് എല്ലാ സ്ക്രീനിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സോ അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള പ്രവൃത്തികൾ അവോയ്ഡ് ചെയ്യുന്നത് ഉത്തമമായിരിക്കുമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ചെയ്ത് ആരാണെങ്കിലും ഒന്ന് അൺഡു ചെയ്യാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ. ഈ വരകൾ ഒന്ന് മാറ്റാൻ സാധിക്കുമോ? സാധിക്കുന്നില്ല. ഇതാരാണെന്ന് എനിക്കറിയില്ല. ദയവായിട്ട് അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൂടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ പോയി എന്ന് തോന്നുന്നു. ഫൈൻ. യെസ്, അത് മാറി. താങ്ക് യു സോ മച്ച്. ഓക്കെ. 16 അപ്പം വളരെ കുറച്ച് മാത്രം ഭക്ഷിക്കുന്നവനും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാകാൻ സാധിക്കുകയില്ല. അപ്പൊ എല്ലാം ഒരു മിതമായ രീതിയിലെല്ലാം ചെയ്യണം. ഭക്ഷണം ഒരുപാട് കഴിക്കാൻ പാടില്ല, വളരെ കുറച്ചും കഴിക്കാൻ പാടില്ല, ഒരുപാട് ഉറങ്ങാൻ പാടില്ല, ഉറങ്ങാതിരിക്കാനും പാടില്ല. സോ ഇതിനൊക്കെ നിബന്ധനകളുണ്ട്. യുക്താഹാര വിഹാരസ്യ യുക്തചേതസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗ പരിശീലനം കൊണ്ട് സർവ്വ ദുഃഖങ്ങളും അകറ്റാൻ കഴിയും. സോ ഇതാണ് യോഗം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനുള്ള റെക്കമെൻഡേഷൻസ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ഈ 18-19 ശ്ലോകങ്ങളിൽ പറയുന്നത് എന്താണ് ഇതുകൊണ്ട് നേടാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് നേടും നമ്മൾ? യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തഥാ. യോഗാനുഷ്ഠാനം കൊണ്ട് മാനസിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഭൗതികമായ ആഗ്രഹങ്ങൾ വെടിഞ്ഞ് അയാളെ യോഗയുക്തൻ എന്ന് പറയപ്പെടുന്നു.
അതാണ് ഒരു യോഗിയുടെ പെർഫെക്ഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. യോഗയുക്തൻ എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. യഥാ ദീപോ നിവാദസ്ഥോ നേങ്ങതേ സോപമാ സ്മൃത യോഗിനോ യഥചിത്തസ്യ യുജ്ഞതോ യോഗമാത്മനഃ. കാറ്റു തട്ടാത്ത ഒരിടത്ത് വെച്ച ചാഞ്ചല്യമില്ലാത്ത ദീപനാളം പോലെയാണ് മനസ്സിനെ നിയന്ത്രിച്ച യോഗി. അദ്ദേഹം നിരന്തരം അതീന്ദ്രിയ സത്തയിൽ ധ്യാനമുറപ്പിച്ച് അക്ഷുബ്ധനായി നിലകൊള്ളും. സോ ഒരു യോഗിയെ സംബന്ധിച്ച് ഒരു ദീപം ഒരു ചഞ്ചലവും കൂടാതെ നിൽക്കുന്ന ഒരു ദീപം പോലെ അദ്ദേഹത്തിന്റെ മനസ്സ് ഉറച്ചതായിരിക്കും. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സൊക്കെ എവിടേക്കോ പോകും. നമ്മുടെ മനസ്സ് എവിടേക്കോ പോകുന്നു, നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. കുറച്ചുകൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അർജുനന്റെ സ്റ്റാറ്റസ് എന്താണ്, അർജുനന്റെ സ്റ്റേജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാവും. നമ്മൾ അതിലേക്ക് പോകാം. അതാണ് ഇവിടെ ഈ ഒരു യോഗിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇതുപോലെ എന്നാണ് പറയുന്നത്. സോ റിയലൈസേഷൻസ് ഇൻ പെർഫെക്ഷൻ അല്ലെങ്കിൽ സമാധി ഓഫ് അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത് 20 മുതൽ 23 വരെയുള്ള 4 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്, സമാധി എന്ന പരിപൂർണ അവസ്ഥയിൽ മനസ്സ് യോഗാനുഷ്ഠാനം മൂലം ഭൗതികങ്ങളായ മനോവൃത്തിയിൽ നിന്നും തികച്ചും മാറിയിരിക്കും. നിർമ്മലമായ മനസ്സുകൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിച്ച് ആത്മാവിൽ ആനന്ദം കൊള്ളാനുള്ള കഴിവ് ഈ പൂർണ്ണാവസ്ഥയിൽ സ്വാഭാവികമാണ്. ആനന്ദഭരിതമായ ആ നിലയിൽ അളവറ്റ അതീന്ദ്രിയ സുഖമാണ് ദിവ്യേന്ദ്രിയങ്ങളിലൂടെ ഒരാൾക്ക് അനുഭവപ്പെടുക. ഇതിലെത്തിയാൽ പിന്നെ ഒരിക്കലും സത്യത്തിൽ നിന്ന് ചലിക്കേണ്ടി വരില്ല. ഇതിലും വലിയ ഒരു നേട്ടമില്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. മാത്രമല്ല ഏതൊരു ഘട്ടത്തിലും ഒരാൾ ക്ഷുബ്ധനാവുകയില്ല. ഭൗതികമായുള്ള ബന്ധത്തിൽ നിന്നുളവാകുന്ന സർവക്ലേശങ്ങളിൽ നിന്നും ഉള്ള യഥാർത്ഥ മോചനമാണിത്. അതാണ് ഒരു യോഗിയുടെ യഥാർത്ഥ റിയലൈസേഷൻ. ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവും അല്ലെങ്കിൽ യാതൊരു വിധമായ ഭൗതികമായ കാര്യങ്ങളും അദ്ദേഹത്തെ ബാധിക്കുകയില്ല എന്നൊരു സ്റ്റേജിലേക്ക് വരുന്നു. സോ ഇനിയും എങ്ങനെ നമുക്ക് ആ ഒരു സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കും? 24ഉം 25ഉം ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്, ന നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസ സങ്കല്പ പ്രഭവാൻ കാംസാസ് ത്യക്ത്വാ സർവാന ശേഷതഃ മനസൈവേന്ദ്രിയ ഗ്രാമം വിനിയമ്യ സമന്തത. സ്ഥൈര്യത്തോടും വിശ്വാസത്തോടും കൂടി വേണം യോഗ പരിശീലനത്തിൽ ഏർപ്പെടുവാൻ. വഴിമാറുകയുമരുത്. മനസ്സിൽ തോന്നിയ ഭൗതികങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും ഒന്നൊഴിയാതെ ഉപേക്ഷിക്കുകയും മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിക്കുകയും വേണം. സോ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ക്രമേണ പടിപ്പടിയായി വിശ്വാസദാർഢ്യമാർന്ന ബുദ്ധിയുടെ സഹായത്താൽ സമാധിസ്ഥനാകണം. മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കുക, മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇതെല്ലാം പറയുന്നത്? ഇതൊക്കെ പറയാൻ കാരണം അർജുനനെ കൊണ്ടൊരു ചോദ്യം ചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അർജുനന്റെ അടുത്ത ഒരു 1-2 ശ്ലോകം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. പക്ഷേങ്കിൽ ഞാൻ പറയുകയാണ്, ഇതൊക്കെ ചോദിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് നേടാനാണ്? എന്തിനാണ് ഇതൊക്കെ അറിയുന്നത്? അല്ലെ, യോഗയുടെ കാര്യങ്ങൾ, പ്രക്രിയകൾ, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള റിയലൈസേഷൻ, അത് എന്ത് നേടുന്നു? ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? സക്സസ് ഫോർമുല ഇൻ യോഗ, ബ്രിങ്ങിങ് ദ മൈൻഡ് ബാക്ക്. യഥോ നിശ്ചലാതി മനശ്ചഞ്ചലം അസ്ഥിരം തതസ്തോ നിയമാധ്യായ ആത്മന്യ ഏവ വിഷം നയേത്. സ്വഭാവേന ചപലവും ചഞ്ചലവുമായ മനസ്സ് എവിടെയൊക്കെയോ അലഞ്ഞു നടക്കുന്നുവോ അവിടെ നിന്നെല്ലാം പിൻവലിച്ച് അതിനെ ആത്മാവിന് അധീനമാക്കിക്കൊള്ളണം. ഇതൊക്കെ ഒരു അഷ്ടാംഗ യോഗ പ്രക്രിയയിലൂടെ ചെയ്യേണ്ട പ്രക്രിയകളാണ്. പ്രശാന്ത മനസ്സംഹേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂത കൽമഷം. എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച യോഗി അതീന്ദ്രിയ ആനന്ദത്തിന്റെ പരമകാഷ്ഠയിലെത്തുന്നു. അയാൾ രജോ ഗുണത്തിന് അതീതനാണ്. താൻ പരമപുരുഷനുമായുള്ള ആ ഗുണത്തിൽ ഒന്നാണെന്ന് മനസ്സിലാക്കിയതിനാൽ പൂർവകർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനുമാണ്. സോ ആ ഒരു അവസ്ഥയിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്നു, നമ്മൾ രജോ ഗുണ സ്റ്റേജിൽ നിന്ന് മുകളിലേക്ക് പോയി സത്വഗുണത്തിൽ എത്തുമ്പോൾ ഭഗവാന്റെ ഗുണത്തുമായി നമ്മൾ ഒരുമിച്ചുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു വ്യക്തി മറ്റുള്ള പ്രതികരണങ്ങളിൽ, പൂർവ്വകർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനാകുന്നു. കർമ്മഫലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷ നേടാൻ സാധിക്കുന്നു എന്നർത്ഥം.
സോ അപ്രകാരം നിയന്ത്രിത ആത്മാവിനെ യോഗി സദാ യോഗിഷ്ഠനായി ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടി ഭഗവാന്റെ അതീന്ദ്രിയ സേവനമാകുന്ന പരമാനന്ദത്തിന്റെ അത്യുന്നതമായ അവസ്ഥയിലെത്തുന്നു. ഇതാണ് അദ്ദേഹം നേടാൻ പോകുന്ന ഒരു യഥാർത്ഥമായ സ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ ഞാൻ ഇതാണ് പറയുന്നത്. 33-34 ശ്ലോകങ്ങളിലേക്ക് പോകുമ്പോൾ അർജുനൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യോയം യോഗസ്ത്വ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിരാം. അർജുനൻ പറഞ്ഞു, ഹേ മധുസൂദന, അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗ പദ്ധതി അപ്രായോഗികമെന്നും ചഞ്ചല മനസ്കനായ എനിക്ക് താങ്ങുവതല്ലെന്നും തോന്നുന്നു. ഞാനിതാണ് പറഞ്ഞത്. രസകരമായ ഈ ചോദ്യം, കാരണം അർജുനെ കൊണ്ട് ഈ ഒരു ചോദ്യം ചോദിപ്പിക്കണം ഭഗവാൻ. അതാണ് ഭഗവാന്റെ ഉദ്ദേശ്യം. എങ്കിൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥമായ ഭഗവാന്റെ ആഗ്രഹം നടക്കുകയുള്ളൂ. അങ്ങനെ എങ്കിൽ മാത്രമേ ഭഗവാന് അടുത്ത ആ അധ്യായത്തിലേക്ക് ഭഗവാൻ അർജുനനെ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അടുത്ത അധ്യായത്തിന്റെ ഒരു പൊസിഷനിലേക്ക്, യഥാർത്ഥ മാനസിക അവസ്ഥയിലേക്ക് അർജുനനെ കൊണ്ടുവരണമെങ്കിൽ ഈ അഷ്ടാംഗയോഗ പ്രക്രിയയുടെ പൂർവമായ വിവരണങ്ങൾ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കണം. കാരണം അർജുനെ കൊണ്ട് ഈ ഒരു ചോദ്യം ചോദിപ്പിക്കുകയായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം. എന്താണ് അർജുൻ ചോദിക്കുന്നത്? ഹേ മധുസൂദന, അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗ പദ്ധതി അപ്രായോഗികമാണെന്നും അചഞ്ചല മനസ്കനായ എനിക്ക് താങ്ങാവുന്നതല്ലെന്നും തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ്, ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോർ ഇവ ദുഷ്കരം. ഈ വായുവിനെ കൺട്രോൾ ചെയ്യുന്നത് പോലെ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ, മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ, അതിനെ നിയന്ത്രിക്കാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാറ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഒരു പക്ഷേ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല കൃഷ്ണ. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് നോക്കുക, ഈ കാറ്റ് വീശുക? ഈ കാറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണ് തൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് അർജുനൻ പറഞ്ഞത്. അപ്പോൾ അർജുനൻ ഇത് അപ്രായോഗികമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണ്? നെസസിറ്റി ഓഫ് കൺട്രോളിങ് ദ മൈൻഡ്, ഇത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പക്ഷെ എങ്ങനെ ചെയ്യാൻ സാധിക്കും? സോ കൃഷ്ണ ഗീവ്സ് എ സൊല്യൂഷൻ. കൺട്രോൾ ദ മൈൻഡ് ബൈ പ്രാക്ടീസ് ആൻഡ് ഡിറ്റാച്ച്മെന്റ്. ശ്രീ ഭഗവാൻ ഉവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അഭ്യാസം കൊണ്ട്, ബൈ പ്രാക്ടീസ് നമുക്ക് സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനുള്ള ബെസ്റ്റ് വഴി എന്താണ് എന്ന് ഭഗവാൻ അടുത്ത അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരും. സോ വിൽ ഗോ ത്രൂ ദിസ് വൺ. എന്താണ് കൺക്ലൂഷൻ? മൈൻഡ് കൺട്രോൾ ഈസ് മസ്റ്റ് ഫോർ യോഗ. മനോനിയന്ത്രണമില്ലാത്തവന് ആത്മസാക്ഷാത്കാരം പ്രയാസമേറിയതാണ്. മനസ്സിനെ കീഴടക്കി വീണ്ടും വിധത്തിൽ ശ്രമിക്കുന്നവനാകട്ടെ അതിൽ വിജയം നിശ്ചയമാണ് താനും. ഇതാണ് എൻ്റെ അഭിപ്രായം. ഭഗവാൻ പറയുകയാണ്, അതുകൊണ്ടേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഭക്തി യോഗത്തിന്റെ നമ്മൾ അടുത്ത അധ്യായങ്ങളിലേക്ക് നമുക്ക് പോകുമ്പോൾ മനസ്സിലാവും നമ്മളെ കൊണ്ട് ഏതാ സാധിക്കുന്നത്. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയില്ല എങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, അതുകൊണ്ട് നമ്മൾ പെർഫെക്ഷൻ നേടുമോ എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ മുഴുവൻ വിശദമായ വിവരണങ്ങൾ ഭഗവാൻ നൽകുന്നത്. അഷ്ടാംഗ യോഗത്തിന്റെ വിവരണങ്ങളും ഭഗവാൻ നൽകുന്നുണ്ട്, ജ്ഞാനയോഗത്തിന്റെ വിവരണങ്ങളും നൽകുന്നുണ്ട്, ധ്യാനയോഗവും ബുദ്ധിയോഗം അതായത് ഭക്തി യോഗത്തിനെ കുറിച്ചിട്ടും ഭഗവാൻ പറയുന്നുണ്ട്. സോ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അർജുനന് വീണ്ടും ഒരു സംശയം വരുന്നുണ്ട്. അർജുന, ഭഗവാനെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞു ഇത് അപ്രായോഗികമാണ്. എന്നിരുന്നാലും ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ ഇത് ഞാൻ സക്സസ് ആകുമോ അതോ ഇത് ഫെയില്യൂർ ആകുമോ? അതാണ് അർജുനൻ ചോദിക്കുന്നത്. അയതി ശ്രദ്ധയോപേതോ യോഗാചലിത മാനസ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി.
എന്താണ് അർജുൻ ചോദിക്കുന്നത്? അർജുൻ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, വിജയം പ്രാപിക്കാത്ത അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതി എന്ത്? ആരംഭത്തിൽ വിശ്വാസപൂർവം ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ലൗകിക വാസനകളാൽ വഴിതെറ്റിക്കപ്പെട്ട് യോഗത്തിന്റെ പരിപൂർണതയിൽ എത്താതെ പിന്മാറുകയും ചെയ്യുന്ന യോഗിക്ക് എന്ത് സംഭവിക്കും? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾക്ക് ഒരുപക്ഷെ ഈ സംശയം തോന്നാം. കാരണം അർജുനോട് പറയുന്നത്, അല്ലയോ കൃഷ്ണ, വിജയം പ്രാപിക്കാത്ത അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതി എന്ത്? ഒരു ആത്മസാക്ഷാത്കാരത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആരംഭത്തിൽ വിശ്വാസപൂർവം ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ലൗകിക വാസനകളാൽ വഴിതെറ്റിക്കപ്പെട്ട് യോഗത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കാതെ പിന്മാറുകയും ചെയ്യുന്ന യോഗിക്ക് എന്ത് സംഭവിക്കും? അതായത് I think it's in 7th canto, പ്രഹ്ലാദ് മഹാരാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഗൃഹസ്ഥ ആശ്രമത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏത് സമയവും തൻ്റെ ഭാര്യയോടും കുട്ടികളോടും അല്ലെങ്കിൽ ജംഗമ വസ്തുക്കളോടും അല്ലെങ്കിൽ മറ്റുള്ള ഇതിനോടും അറ്റാച്ച്മെന്റ് തോന്നി നമ്മൾ മനസ്സ് മാറി അതൊരു താഴ്ചയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ പിന്മാറാം ഇതിൽ നിന്ന്, അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ ആയി എന്ന് വിചാരിക്കുക. നമ്മളിതൊക്കെ ചെയ്തു പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ചില കണ്ടീഷൻസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ചില കഠിനമായി തോന്നുന്നുണ്ട്. ഭൗതിക ലോകത്തിൽ നിന്നുള്ള സോ കോൾഡ് എൻജോയ്മെന്റ് എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഈ ഭക്തി ഭൗതിക കാര്യങ്ങളൊക്കെ ചെയ്യും. അവസാനം നമ്മൾ സക്സസ്ഫുൾ ആയില്ല എങ്കിൽ എന്താകും സ്ഥിതി? അതാണ് അർജുനന്റെ ആദ്യത്തെ ചോദ്യം. വിജയം പ്രാപിക്കാത്ത അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതി എന്ത്? അതല്ല, പകുതി വഴി വെച്ച് പിന്തിരിഞ്ഞു പോയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാലോ? അതാണ് പ്രഹ്ലാദ് മഹാരാജാവ് പറയുന്നത്. പ്രഹ്ലാദ് മഹാരാജാവ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്ന ഒരു എക്സാമ്പിളാണ് പ്രഹ്ലാദ് മഹാരാജാവ് പറയുന്നത്. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഒരുപക്ഷെ കണ്ടിട്ടുള്ളതുമായിരിക്കാം, നേരിട്ട് കണ്ടുള്ളതുമായിരിക്കാം നമ്മുടെ ഈ പട്ടുനൂൽ പുഴുവിന്റെ കൃഷിയുള്ള അല്ലെങ്കിൽ അതിന് പറയുന്നത് എന്താണ്? കൊക്കോൺ, അത് മൾബറി കൃഷി, മൾബറി ചെടിയാണ് അതിന്റെ തീറ്റ. ഈ മൾബറി ചെടി വളർത്തി അതില് പട്ടുനൂൽ പുഴുവിന്റെ ഇത് വളർത്തി കഴിയുമ്പോൾ അതിന് ആ പട്ടുനൂൽ പുഴുവിൽ നിന്ന് ഒരു ദ്രാവകം അത് പുറപ്പെടുവിക്കും. ആ ദ്രാവകം പുറപ്പെടുവിച്ച് അതാണല്ലോ ഈ പട്ടുനൂലായിട്ട് വരുന്നത്. ഇതിന് ഈ കൊക്കൂൺ ആയി കഴിയുമ്പോൾ അത് തന്നെ ഈ വലയിൽ പെട്ടുപോകും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാവും. അങ്ങനെ എന്തെയോ അതിന്റെ പ്രോസസ്സ് എനിക്ക് എക്സാക്ട്ലി ഓർമ്മ വരുന്നില്ല. അതിന്റെ പ്രോസസ്സ് ഞാൻ പണ്ട് എവിടെയോ വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്. എന്നിട്ട് അത് മുഴുവൻ എടുത്തിട്ട് അതിനെ ഇട്ട് എങ്ങനെയൊക്കെയോ ക്ലീൻ ചെയ്ത് അതിൽ നിന്ന് പട്ടുനൂൽ എടുക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത്, അതിൻ്റെ തന്നെ ലാർവ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്നത് തന്നെ ആ ഒരു ദ്രാവകം കൊണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടാകുന്ന ആ നൂലിൽ തന്നെ ഈ പട്ടുനൂൽ പുഴു അല്ലെങ്കിൽ ഇതിന്റെ ഈ കൊക്കോൺ എന്ന് പറയുന്ന അവസ്ഥയിൽ അത് പെടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ അതൊരു പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞൊരു എക്സാമ്പിളാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഭൗതിക ജീവിതത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥ ആശ്രമത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ഭാര്യയും കുട്ടികളും സ്വത്തുക്കളും മുതലായ മറ്റ് ഭൗതികപരമായ വസ്തുക്കളോടുള്ള അറ്റാച്ച്മെന്റ് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പുറകോട്ട് പോയേക്കാം. അങ്ങനെയുള്ള ഒരാളുടെ അവസ്ഥ എന്ത് എന്നുള്ളത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അർജുൻ ഇവിടെ ഭഗവാനോട് ചോദിക്കുന്നത്. ഭഗവാൻ എന്താണ് അർജുൻ ചോദിക്കുന്നുണ്ട്, പറയുന്നു, ഹേ മഹാബാഹോ കൃഷ്ണ, അങ്ങനെ അതീന്ദ്രിയതയുടെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി തീർന്ന ഒരാൾ ഭൗതികമായോ ആധ്യാത്മികമായോ ഉത്കർഷം നേടാനാവാതെയും ഒരിടത്തും സ്ഥാനമില്ലാതെയും ഛിന്ന ഭിന്നമായി പോയ മേഘത്തെ പോലെ നശിക്കുമോ? അർജുനന്റെ ചോദ്യമാണ്. അല്ലയോ കൃഷ്ണ, ഇതാണ് എന്റെ സംശയം. അങ്ങ് തന്നെ ഇത് പൂർണ്ണമായും തീർത്തു തരണം. അങ്ങേ അല്ലാതെ ഈ സംശയം അകറ്റാനുള്ള കഴിവായിട്ട് ആരെയും ഞാൻ കാണുന്നില്ല. അർജുനന്റെ ചോദ്യമാണ്. വളരെ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ സംബന്ധിച്ച് വളരെ റെലവെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഭഗവാൻ എന്താണ് പറയുന്നത്? ശ്രീ ഭഗവാൻ ഉവാച്ച പാർത്ഥാനൈവേഹ നാമുത്ര
വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണ കൃത്കഞ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഒരിക്കലും ഒരു ദൗർഭാഗ്യം ആ വ്യക്തിക്ക് സംഭവിക്കില്ല. ദ ഡെസ്റ്റിനേഷൻ ഓഫ് ആൻ അൺസക്സസ്ഫുൾ യോഗി. ഭഗവാൻ പറയുന്നു, ഹേ പാർത്ഥ, മംഗളകരങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക ജ്ഞാനിക്ക് ഈ ലോകത്തിലാകട്ടെ ആധ്യാത്മീയ ലോകത്തിലാകട്ടെ നാശമില്ല. സുഹൃത്തെ, നന്മ ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതി സംഭവിക്കാൻ വയ്യ. സോ ഒരിക്കലും അത് ഒരു ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിൽ പോകില്ല എന്ന് ഭഗവാൻ ഗ്യാരണ്ടി പറയുന്നു. നിർത്തിയില്ല ഭഗവാനോടെ. He says, പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതീ സമാ ശുചീനാം ശ്രീമതാം യോഗേ യോഗഭ്രഷ്ടോഭിജായതേ. അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠമായുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. ഈ ചെയ്യുന്ന പ്രക്രിയകളുടെ എല്ലാം പുണ്യഫലങ്ങളുടെ ആനന്ദം ഉയർന്ന ലോകങ്ങളിൽ അനുഭവിച്ചതിന് ശേഷം ഭൂമിയിൽ വീണ്ടും ഒരു ഉന്നത കുലത്തിൽ ജനിക്കാനുള്ള അവസരം ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ആത്മാവിന് ലഭിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. സോ എന്താണ് ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മളിൽ തന്നെ നമ്മൾക്ക് പല ആൾക്കാർ പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ കാണാൻ സാധിക്കും. ചില വ്യക്തികൾ, അതായത് ചില കുടുംബങ്ങളിലൊക്കെ, അതായത് ഈ ഒരു കൊച്ചുകുട്ടി ഈ പ്രായത്തിൽ ഭഗവാനെ ഭജിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ചില കുട്ടികൾ അങ്ങനെയാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ ഈ ഇരിക്കുന്നതില് ചില വ്യക്തികൾ എങ്കിലും കുഞ്ഞുനാളിലെ മുതലേ നമുക്കൊക്കെ ഭക്തി ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകുന്നു, ഭഗവാനെ വിളിച്ചിരുന്നു. ചില ആൾക്കാർ കൃഷ്ണഭക്തരും തന്നെ ആയിരുന്നു. പക്ഷെ എങ്കിലും നമുക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് വരാൻ വളരെ താമസം ഉണ്ടായി. എന്നാൽ ചില കുട്ടികൾ ജനിക്കുന്നതേ ഇതുപോലുള്ള കൃഷ്ണ ഭാവനാമൃതത്തിലുള്ള കുടുംബങ്ങളിലാണ്. ഭഗവാൻ പറയുന്നത് ഒന്നുകിൽ ഒരു ധനിക കുടുംബത്തിൽ, അല്ലെങ്കിൽ ഒരു കൃഷ്ണാവബോധമുള്ള കുടുംബത്തിൽ. കാരണം കൃഷ്ണാവബോധമുള്ള കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു തുടർച്ച എന്നോണം അവർക്ക് ജീവിതത്തിൽ പുനരാരംഭിക്കാൻ സാധിക്കും, എവിടെ നിർത്തിയോ അവിടെ നിന്ന്. അതല്ല, ഒരു ധനിക കുടുംബത്തിലാണ് ജനിക്കുന്നത് എങ്കിൽ അവർക്ക് ഭൗതികപരമായ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ജോലി തേടി പോകേണ്ട ആവശ്യമില്ല. അവർക്ക് സുഖമായിട്ട് ഭക്തി ചെയ്യുന്ന അതിനുള്ള അവസരം അവർക്കുണ്ട്. അപ്പൊ ഈ ഒരു അവസരം അവർക്ക് ലഭിക്കും എന്ന് ഭഗവാൻ 100% ആയിട്ട് ഗ്യാരണ്ടി ചെയ്യുക. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ട്. ഒന്ന് നോൺ റെഗുലേറ്റഡ്, പിന്നെ രണ്ട് റെഗുലേറ്റഡ്. എന്താണ് നോൺ റെഗുലേറ്റഡ് റെഗുലേറ്റഡ് എന്ന് പറഞ്ഞാല്, ഒരു തരത്തിലും അല്ലെങ്കിൽ ഒരു കൺട്രോളും ഇല്ലാതെ സ്വന്തം ഇഷ്ടാനുസരണം ജീവിക്കുന്നത്. അത് ശാസ്ത്രം അങ്ങനെയുള്ളവരെ പറയുന്നത് ആക്ച്വലി ആനിമൽ പ്രൊപ്പൻസിറ്റി എന്നാണ്. മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, മൃഗങ്ങള് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, അല്ലെങ്കിൽ അവർക്ക് അന്നേരം തോന്നുന്ന അവർ അന്നേരം ചെയ്യും. മനുഷ്യനെ സംബന്ധിച്ച് അതല്ല. മനുഷ്യന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. മനുഷ്യൻ സപ്പോസ് ടു ബി സിവിലൈസ്ഡ്, അല്ലെ? കുറച്ച് കൾച്ചറും അല്ലെങ്കിൽ കൾച്ചേർഡ് ആയിട്ടുള്ള സാംസ്കാരികപരമായി ചിന്തിക്കുന്ന വ്യക്തി ആയിരിക്കണം മനുഷ്യൻ. നമുക്ക് തോന്നും യെസ്, ചിലപ്പം നല്ല കോട്ടും പിന്നെ ഒക്കെ പാന്റും കോട്ടും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും, അവർ നല്ല സിവിലൈസ്ഡ് ആണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ അവർ സിവിലൈസ്ഡ് എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിലിരിപ്പ് മഹാമോശമായിരിക്കും. എന്ന് പറഞ്ഞാൽ പക്ഷെ പുറമേ അവർ കാണിക്കുന്നുണ്ടാവില്ല, മറിച്ച് അവർ ചെയ്യേണ്ട യഥാർത്ഥ പ്രവൃത്തികൾ അവർ ചെയ്യുന്നുണ്ടാവില്ല. അതാണ് അവിടെ സിവിലൈസ്ഡ് ആണ് എങ്കിലും ദേ ആർ നോൺ റെഗുലേറ്റഡ് ആകാം. നോൺ റെഗുലേറ്റഡ് ആകണമെങ്കിൽ അവർ അൺസിവിലൈസ്ഡ് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയുള്ള ആൾക്കാരാകാം, നല്ല ഡോക്ടേഴ്സും എഞ്ചിനീയറും ഒക്കെ ആവാം, ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ
ഹൈ പ്രൊഫൈൽ ഈവൻ IAS ഒക്കെ ആകാം. അവരവരുടെ ഇന്ദ്രിയങ്ങളെ ഒന്നും കൺട്രോൾ ചെയ്യാതെ ചെയ്യുന്ന ആൾക്കാർ. അതേസമയം റെഗുലേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരുമുണ്ട്. അവരെങ്ങനെ ഫോളോസ് ഓഫ് സ്ക്രിപ്റ്റേഴ്സ് ഫോർ മെറ്റീരിയൽ എൻജോയ്മെന്റ്. അവർക്കും ഈ പറഞ്ഞ പോലെ ഭൗതികമായ ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ പോലും പക്ഷെ അവര് റെസ്ട്രിക്റ്റഡ് രീതിയിലേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ റെഗുലേറ്റഡ് രീതിയിലേ ചെയ്യത്തുള്ളൂ. എന്താണ് റെഗുലേറ്റഡ് രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കൊച്ചുകുട്ടിയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കൊച്ചുകുട്ടിക്ക് ചോക്ലേറ്റ് വേണമെന്ന് വിചാരിക്കാം. ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി അമ്മയോട് പറഞ്ഞ് അമ്മ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അമ്മ മേടിച്ചു കൊടുക്കുന്ന ചോക്ലേറ്റ് മാത്രമേ ആ കുട്ടി കഴിക്കത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഹീസ് എ സിവിലൈസ്ഡ് പേഴ്സൺ. ആ കുട്ടി ഒരു സിവിലൈസ്ഡ് വ്യക്തിയാണ്. അതല്ല, എങ്ങനെയെങ്കിലും പൈസ എവിടുന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പോയി ചോക്ലേറ്റ് മേടിച്ച് കഴിക്കും, അല്ലെങ്കിൽ ആരുടെയും പറഞ്ഞ് ആളിനെ കൊണ്ട് മേടിപ്പിച്ച് കഴിക്കും. ദാറ്റ് ഇസ് നോട്ട് എ പ്രോപ്പർ വേ. ആ കുട്ടി എന്ന് പറഞ്ഞതുപോലെ ഭഗവാൻ നമ്മൾ കണ്ടു മുമ്പ് ആദ്യം കണ്ട ആദ്യത്തെ സ്ലൈഡ്, ഇന്ന് നമ്മൾ ആദ്യം കണ്ട സ്ലൈഡ് എന്ന് പറയുന്നത് ആ 3 ഡുവേഴ്സിനെ കുറിച്ചുള്ളത്. ദാറ്റ്സ് ആക്ച്വലി ദ പ്രോപ്പർ വേ. ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ എന്ന് പറയുന്നത് കുട്ടി, അമ്മ എന്ന് പറയുന്നത് മെറ്റീരിയൽ എലമെന്റ്സ് അല്ലെങ്കിൽ ദുർഗാദേവി, അച്ഛൻ എന്ന് പറയുന്നത് കൃഷ്ണ, ഇത് സാങ്ഷനർ. നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, റെക്കമെൻഡേഷന് ദുർഗ എടുത്ത് പോകാം, അല്ലെങ്കിൽ ഭഗവാനോട് ഡയറക്റ്റ് ചോദിക്കാം. സോ വൺസ് ഹി സാങ്ഷൻസ്, ദുർഗാദേവി ഗെറ്റ്സ് ഇറ്റ് ഫോർ us. അമ്മ നമുക്ക് മേടിച്ചു തരുന്നു. സോ ഈ ചിന്താഗതിയിൽ പോകുന്നത് ഒരു റെഗുലേറ്റഡ് ആണ്. പക്ഷെ സ്റ്റിൽ ഈ റെഗുലേറ്റഡ് ആണ് എങ്കിലും ഹീസ് ഇൻ ദ മെറ്റീരിയൽ പ്ലാറ്റ്ഫോം. നമ്മളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഇൻ ഹ്യൂമൻ ഫോം ഓഫ് ലൈഫ് വി ഹാവ് ഗോട്ട് ഡെവലപ്ഡ് ഇന്റലിജൻസ് ടു ഡിസ്ക്രിമിനേറ്റ് ആൻഡ് ലീഡ് റെസ്പോൺസിബിൾ ലൈഫ്. നമുക്ക് കാര്യങ്ങളെ നല്ലതെന്നും ചീത്തയെന്നും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള ബുദ്ധി, അതായത് ഡെവലപ്ഡ് ഇന്റലിജൻസ് ആണ്. മൃഗങ്ങൾക്കും ഉണ്ട് ബുദ്ധി, പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ഡെവലപ്ഡ് ടു ദ മാർക്ക്. അതാണ് പറയുന്നത് ഇൻസ്റ്റിങ്ക്റ്റ്. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, പക്ഷെ റോഡിൽ വെച്ചിട്ട് മലമൂത്ര വിസർജനം നടത്തണമെങ്കിലോ അവർക്ക് ഈവൻ സെക്സ് ചെയ്യണമെങ്കിലോ ദേ ഡോണ്ട് ബോദർ. അവര് നോക്കുന്നില്ല അടുത്താരുണ്ട്, അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളുണ്ടോ എന്നോ, അല്ലെങ്കിൽ മനുഷ്യരടുത്ത് നിൽപ്പുന്നുണ്ടോ, അല്ലെങ്കിൽ മോശമല്ലേ എന്നൊരു തോന്നൽ അവർക്കില്ലാതെ അവർ ആ പ്രവൃത്തി അതേ സ്ഥലത്ത് ചെയ്യുന്നു. ഒരു റോഡ് മുറിച്ച് കടക്കണമെങ്കിൽ ലോറി വരുന്നുണ്ടോ എന്ന് അവർ നോക്കത്തില്ല. അവർ കൂളായിട്ട് സ്ലോലി നടന്നു പോകും. അതിനടുത്ത് പോയി ഹോൺ അടിച്ചാൽ ചിലപ്പോൾ ഓടിപ്പോവും, ചിലപ്പോൾ അത് അവിടെ തന്നെ നിൽക്കും. ഇതാണ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അവരുടെ പ്രവൃത്തികൾ. ലോറി വേണമെങ്കിൽ നിർത്തണം, അല്ലെങ്കിൽ കാർ നമ്മൾ ഓടിച്ചു പോവുകയാണെങ്കിൽ നിർത്തണം. പല സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടാകാൻ കാരണം ഇത് തന്നെയാണ്. കാരണം പട്ടി കുറുകെ ചാടി മറിഞ്ഞു വീണ് കാലും ഒടിയുന്നതാരുടെ നമ്മുടെ. So this is called instinct. Their intelligence is not developed to the mark. അങ്ങനെ ഡെവലപ്ഡ് ഇന്റലിജൻസ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മള് ആർ വി ഡിസ്ക്രിമിനേറ്റിംഗ്? നമ്മളതിനെ വേണ്ട രീതിയിൽ ഡിസ്ക്രിമിനേഷൻ നടത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഒരു നല്ല ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. ഇഫ് വി എൻഗേജ് ഇൻ സിൻഫുൾ ആക്ടിവിറ്റീസ്, മുമ്പ് പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ നോക്കാതെ ശരിയേത് തെറ്റേത്, നല്ലതേത് ചീത്തയേത്, ശാസ്ത്രങ്ങളിൽ ശാസ്ത്രാനുസൃതമായി പറയുന്ന കാര്യങ്ങൾ എന്ത്, ശാസ്ത്രത്തിന് വിരുദ്ധമായുള്ള പ്രവൃത്തികൾ എന്ത്, ഇതൊന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ നമ്മൾക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വാട്ട് ഹാപ്പൻസ്? അതിനുള്ള ഭവിഷ്യത്ത് എന്താണ്? വി ഡീഗ്രേഡ് ടു ലോവർ ലൈഫ് ഫോംസ്. കയ്യിൽ കിട്ടുന്നത് എന്തും കഴിക്കുകയും കുടിക്കുകയും ചെയ്താൽ നമ്മൾക്കൊരു പന്നിയായി ജനിക്കാനുള്ള അവസരം വരെ ലഭിക്കാം. സ്വന്തം ഭാര്യയുമായി അല്ലാതെ മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധം സ്ഥാപിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത ജന്മം അങ്ങനെ ചെയ്യുന്ന ഒരു നായ ആയി മാറാം. നമുക്ക് എന്തിനാ ഭഗവാൻ ആ ഡെവലപ്ഡ് ഇന്റലിജൻസ് തന്നിരിക്കുന്നത്? ടു ഡിസ്ക്രിമിനേറ്റ് ദിസ്. ഇതേ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ കണ്ട് ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് ആ ഡെവലപ്ഡ് ഇന്റലിജൻസ് തന്നിരിക്കുന്നത്.
ഇഫ് യു ഡോണ്ട് ഡു, ഇതാണ് അതിൻ്റെ അതുകൊണ്ടുള്ള ഫലം. ഇതിന്റെ പാപത്തിനുള്ള ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. സോ ഇഫ് വി ലീഡ് റെസ്പോൺസിബിൾ ലൈഫ്സ് ഫോളോയിങ് റിലീജിയസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസിങ്, എന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ റെഗുലേറ്റഡ് ലൈഫ്, പ്രോപ്പറായിട്ട് വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള നിയമാനുസൃതമായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, അതേ രീതിയിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്കിൽ, എന്തൊക്കെയാണത്? ഓസ്റ്ററിറ്റി, സാക്രിഫൈസ്, നാമജപം, ഭഗവാന്റെ പൂജാ കാര്യങ്ങൾ, കൾട്ടിവേഷൻ ഓഫ് നോളജ്, ഭഗവത്ഗീത മുതലായ ഗ്രന്ഥങ്ങൾ പഠിക്കുക, സത്സംഗം, ഉന്നതമായ വ്യക്തികളുമായിട്ടുള്ള സത്സംഗം നടത്തുകയാണ് എങ്കിൽ എന്താണ്? ഇത് മനോഹരമായ ഒരു കീർത്തനമാണ്. ദുർലഭ മാനവ ജനമ സത്സംഗേ തരോഹോ യേ ഭാവ സിന്ധുരേ. നമ്മളെ ഈ പറയുന്ന സാഗരത്തിൽ നിന്ന് നമ്മളെ ഭഗവാൻ രക്ഷിക്കും, ഇങ്ങനെയുള്ള സത്സംഗം നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ. ശ്രവണ കീർത്തന സ്മരണ വന്ദന പാദസേവന ദാസ്യരേ. ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ പറയുക, ഭഗവാനെ ഓർക്കുക, ഭഗവാനെ വന്ദിക്കുക, പാദസേവനം ചെയ്യുക, ദാസ്യ സേവ ചെയ്യുക, പൂജന സഖിജന ആത്മനിവേദന ഗോവിന്ദദാസ അഭിലാഷരേ. പൂജ ചെയ്യുക, ഭഗവാനെ സഖാവായിട്ട് കാണുക, സ്വയം ഭഗവാനിൽ സമർപ്പിക്കുക, ഭഗവാൻ ഗോവിന്ദന്റെ ദാസനാവുക. ഇങ്ങനെ ചെയ്താൽ വി എലിവേറ്റ് ഗ്രാജുവലി ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ഈ ഒരു പ്രവൃത്തികൾ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ക്രോസ് ചെയ്ത് നമുക്ക് ഭഗവാനിൽ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ നേടുന്നത്. സോ ഭഗവാൻ പറഞ്ഞു, there is no misfortune. നിനക്ക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് നേടാൻ പറ്റും. പിന്നെന്താണ് അതിന് ദൗർഭാഗ്യം? എന്താണ് അതിലുള്ളത്? അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഈ പറഞ്ഞ മഹത്തരമായ കാര്യങ്ങളൊക്കെ നിനക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ മുമ്പ് പറഞ്ഞു, an unsuccessful yogi who falls after a long practice, അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം താഴെ വീഴുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, അദ്ദേഹത്തിന് ഒരു ഉത്തമമായ ജീവിതം അല്ലെങ്കിൽ അതുപോലുള്ള കുടുംബത്തിൽ ജന്മം ലഭിക്കുമെന്ന് നമ്മൾ പറയുകയുണ്ടായി. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞു, ഈ എളിയവനും, അത് ഇങ്ങനെയാണോ, ഈ എളിയവനും എന്റെ ഗുരുനാഥനായ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജനും ഒക്കെ അതുപോലുള്ള കുടുംബങ്ങളിൽ ജന്മം ലഭിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. ശ്രീല പ്രഭുപാദ് 5 വയസ്സുള്ള സമയത്ത്, 11 വയസ്സുള്ള സമയത്ത്, 5 വയസ്സാണ് 10 വയസ്സുള്ള സമയത്ത്, 5 വയസ്സാന്ന് തോന്നുന്നു, അദ്ദേഹം തനിയെ രഥയാത്ര നടത്തിയിട്ടുണ്ട്. വീട്ടില് ജഗന്നാഥ രഥയാത്ര നടത്തി, 9 ദിവസം നീണ്ടു നിൽക്കുന്ന രഥയാത്ര നടത്തി. കുട്ടികൾ ധാരാളം പങ്കെടുത്തു. മാത്രമല്ല വലിയവരും ഭോഗമൊക്കെ കുക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഭഗവാൻ ഓഫർ ചെയ്ത് വലിയൊരു ഗംഭീരമായ ഒരു ഉത്സവമായിട്ട് അത് മാറ്റിയിട്ടുണ്ട്. ആ 5 വയസ്സ് ചെറു വയസ്സിലുള്ള പ്രായത്തിൽ ശ്രീല പ്രഭുപാദക്ക് അത് തോന്നണമെങ്കിൽ that's a restart from the previous life. കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായതിൽ നിന്നുള്ള തുടർച്ചയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ചെറിയ കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് നമുക്കറിയാം ചില പ്രത്യേക കഴിവുകൾ. ആ പ്രത്യേക കഴിവുകൾ എങ്ങനെ ലഭിക്കുന്നതാ? അത് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അതുതന്നെ നമുക്ക് ശ്രീല പ്രഭുപാദിനും ആകുന്നത്. സോ ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട് 43-44, റെസ്യൂമിങ് ദ യോഗ റിവൈവ്സ് ഡിവൈൻ കോൺഷ്യസ്നെസ് നാച്ചുറലി അട്രാക്റ്റഡ്. ഇത് രണ്ടും നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. എന്താണ് 43-ലും 44-ലും പറയുന്നത്? അല്ലയോ കുരുനന്ദന, അങ്ങനെ വീണ്ടും പിറക്കുമ്പോൾ യോഗിക്ക് മുൻ ജന്മത്തിലെ ദിവ്യാവബോധം തിരിച്ചു കിട്ടുന്നു. ആധ്യാത്മികമായി പൂർണ്ണ വിജയം നേടാൻ വേണ്ടി അയാൾ പ്രയത്നം തുടരുന്നു. എന്താണ് തുടരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നിന്നുള്ള ഒരു റീസ്റ്റാർട്ട്. അതാണ് അദ്ദേഹത്തിന് അവിടെ ലഭിക്കുന്നത്. 44-ാമത്തെ, പൂർവാഭ്യാസേന തേനൈവ ക്രിയതേ ഹ്യവശോപി സഹ വിജിജ്ഞാസൂരപി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. മുജ്ജന്മത്തിൽ സിദ്ധിച്ച ദിവ്യാവബോധത്താൽ എങ്ങും തേടിപ്പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായി യോഗ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായിത്തീരും. ജിജ്ഞാസുവായ ആ യോഗി
ആചാരനിഷ്ഠകളായ കർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാണ്. അതാണ് നമുക്ക് ശില പ്രഭുപാദിന്റെ എക്സാമ്പിൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നാച്ചുറലി അദ്ദേഹത്തിന് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അറ്റൈനിങ് പെർഫെക്ഷൻ അൾട്ടിമേറ്റ്ലി, അവസാനം എന്തായി? അദ്ദേഹം ആ ജന്മത്തില് സർവകൽമഷങ്ങളും നീങ്ങി തുടർന്ന് മുന്നോട്ട് പോകാൻ ആത്മാർത്ഥമായി യത്നിച്ചുകൊണ്ടിരിക്കുന്ന യോഗിക്ക് അനേക ജന്മങ്ങളിലെ പരിശീലനത്തിന് ശേഷം പരിപൂർണത നേടി പരമലക്ഷ്യത്തിലെത്താം. സോ പല ജന്മങ്ങളായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നത് ഈ ജന്മത്തിലും അദ്ദേഹം റീസ്റ്റാർട്ട് ചെയ്തിട്ട് പെർഫെക്ഷനിലേക്ക് എത്താൻ സാധിക്കും എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സോ ദോസ് ഹു ആർ കാഷ്വൽ ബിക്കം കാഷ്വാലിറ്റി, ബി കോൺഷ്യസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് ഓഫ് മായ. സോ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മളൊക്കെ അപകടത്തിൽപ്പെട്ടു. ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഭരത മഹാരാജാവിന്റെ ആ ഒരു അവസ്ഥയാണ്. അദ്ദേഹം എല്ലാം വെടിഞ്ഞ്, ഭരത മഹാമുനി എല്ലാം വെടിഞ്ഞ് വനത്തിൽ വന്നു. പക്ഷെ ഒരു മാനിന്റെ ജന്മത്തിൽ പിറക്കേണ്ടതായി വന്നു. കാരണം അവസാനം മാനുമായി അട്രാക്ഷൻ ആയതുകൊണ്ട് അവസാനം അദ്ദേഹം അതെല്ലാം കഴിഞ്ഞ മാനിന്റെ ജന്മത്തിലായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞ ജന്മത്തിലെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ സാധിച്ചു. അത് അദ്ദേഹം ചെയ്ത ഭക്തിയുടെ ഫലമാണ്. ആ ജന്മത്തിൽ ഓർത്ത് അദ്ദേഹം ഋഷിമുനിമാരുടെ കൂടെ ആശ്രമത്തിൽ തന്നെ ജീവിച്ച് അടുത്തൊരു ജന്മം ലഭിച്ച് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചു. അത് ജഡഭരതന്റെ രൂപത്തിൽ ജനിച്ചുകൊണ്ട്. സോ ഇതൊരു എക്സാമ്പിൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ദ ലാസ്റ്റ് പോർഷൻ ഈസ് ടുഡേ ഈസ് EC, it is why is yogi. 6-ാമത്തെ അധ്യായത്തിൽ 46-ഉം 47-ഉം ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത് ഇതാണ്. എന്താണ്? തപസ്വിഭേദികോ യോഗി ജ്ഞാനിഭ്യോപി മാതോധിക കർമ്മിഭ്യാച്ഛാധികോ യോഗി തസ്മാത് യോഗി ഭവാർജുന. തപസ്വിയേക്കാൾ ശ്രേഷ്ഠനാണത്ര യോഗി. ജ്ഞാനികളെക്കാളും ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവരെക്കാളും ശ്രേഷ്ഠനാണ് അദ്ദേഹം. അതുകൊണ്ട് അല്ലയോ അർജുന, ഏതു സാഹചര്യത്തിലും യോഗത്തിൽ ഉറച്ചു നിൽക്കുക. ഭഗവാൻ അതാണ് പറയുന്നത്. 47-ാമത്തെ ശ്ലോകത്തില് യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ മായോ മാം സമേ യുക്ത തമോമതഃ. പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എൻ്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢതമമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. ഇതാണ് എൻ്റെ അഭിപ്രായം. സോ ഫ്രം ഹിയർ വി വിൽ കണ്ടിന്യൂ ദ നെക്സ്റ്റ് ചാപ്റ്റർ. 7-ാമത്തെ അധ്യായത്തില് ഭക്തി യോഗിയെ കുറിച്ചിട്ട് ഇവിടെ 6-ാമത്തെ അധ്യായത്തിൽ കൺക്ലൂഡ് ചെയ്യുകയാണ് ഭഗവാൻ. സോ യോഗികളിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്ന് പറയുന്നത് യോഗിനാം അഭി സർവേഷാം മദ്ഗതേനാന്തരാത്മന. പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എൻ്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢതമമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും. ഇതാണ് എൻ്റെ അഭിപ്രായം. സോ ഇതാണ് അർജുനന്റെ ആ ചോദ്യം. ഇടയിൽ വെച്ച് അർജുനൻ ചോദിച്ച ചോദ്യം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. എന്തായിരുന്നു അർജുനന്റെ ചോദ്യം? ഇത് ഈ പറഞ്ഞ യോഗയുടെ കാര്യങ്ങളൊക്കെ അപ്രായോഗികമല്ലേ ഭഗവാനെ? അപ്രായോഗികമല്ലേ ഭഗവാനെ? മനസ്സ് കംപ്ലീറ്റ്ലി അൺകൺട്രോൾഡ് അല്ലെങ്കിൽ ചഞ്ചലമായിട്ടുള്ള മനസ്സിന്റെ ഉടമയായ എന്നെ സംബന്ധിച്ചത് എനിക്ക് എങ്ങനെ സാധിക്കും അതിനുള്ള ഉത്തരം ഭഗവാൻ ഇവിടെ തുടങ്ങുകയാണ്. ഈ അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നത് ഭഗവാൻ പറയുന്നു, യോഗികളിൽ വെച്ച് ഏറ്റവും ഉത്തമനായിട്ടുള്ളത് എന്നെ കുറിച്ച് ചിന്തിക്കുന്നവനാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഭഗവത് സേവനം ചെയ്യുന്നവനാണ്. അതാണ് ഭക്തി യോഗത്തിന്റെ ആരംഭം. നമുക്ക് അടുത്ത അധ്യായത്തില് നമുക്ക് തുടരാം എന്നുള്ളതാണ് ഭഗവാനോട് പറയുന്നത്. സോ ഇന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? ഈ 4 പോയിന്റോട് കൂടിയാണ്. എനിമി ഓർ ഫ്രണ്ട്, അഷ്ടാംഗ യോഗ, സക്സസ് ആൻഡ് ഫെയിലിയർ, യോഗി. സോ ഇറ്റ് ഈസ് ഈസി ടു ഫോളോ ഭക്തി യോഗ ദാൻ അഷ്ടാംഗ യോഗ എന്നുള്ളത് നമുക്ക് പഠിക്കാം. സോ വിൽ കണ്ടിന്യൂ ടുമോറോ. ഹരേ കൃഷ്ണ. ചാപ്റ്റർ 7, നോളജ് ഓഫ് അബ്സല്യൂട്ട്. ഭഗവാന്റെ യഥാർത്ഥമായ, ഭഗവാന്റെ പരംപുരുഷോത്തമന്റെ ജ്ഞാനം എന്നുള്ളത് അധ്യായം നമുക്ക് നാളെ
നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാളെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, എന്റെ ആ എന്റെ ബുദ്ധിക്ക് ഇത്തിരി ടഫായിട്ട് തോന്നുന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ. കാണ്ട് അവോയ്ഡ്. സോ ചില ഭാഗങ്ങൾ തീർച്ചയായിട്ടും ടഫ് തന്നെയാണ് നമുക്ക്. പക്ഷേ തീർച്ചയായിട്ടും അടുത്ത ഭാഗങ്ങളിലെ ഇത് മാക്സിമം നമുക്ക് ശ്രദ്ധിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ചില ഭാഗങ്ങൾ തീർച്ചയായിട്ടും ഭഗവത്ഗീതയിലെ ടഫായിട്ടുള്ള ഭാഗങ്ങളാണ്. അത് നമുക്ക് അതേ രീതിയിൽ തന്നെ പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇതിന് ടഫായിട്ടുള്ള എന്താ ഭാഗമാണ് അത് എനിക്ക് തോന്നിയത് പറഞ്ഞിട്ട് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. അഷ്ടാംഗ യോഗത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നിർത്തിയത് എന്ന് പറയുന്നത് ഭഗവാൻ പറഞ്ഞത് എന്താണ്? നിഷ്കാമ കർമ്മ യോഗത്തെ കുറിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു നിർത്തുകയാണ് കഴിഞ്ഞ അധ്യായത്തിൽ ചെയ്തത്. നിഷ്കാമ കർമ്മ യോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണ്? ആ ഡുവർഷിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ മാത്രമല്ല ഈ പ്രവൃത്തി ചെയ്യുന്നത്, എനിക്ക് മാത്രമായി ഞാൻ ചെയ്യാൻ ശ്രമിച്ചാൽ എനിക്ക് സാധിക്കത്തില്ല. കാരണം 3 പേര് ഒരുപോലെ ഉണ്ട്. ഞാനും ഇത് സാങ്ഷൻ ചെയ്യുന്ന ഭഗവാനും എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഭൗതിക പ്രപഞ്ചവും അല്ലെങ്കിൽ പ്രകൃതിയുടെ ഈ 3 ഗുണങ്ങളും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കാരണം പിന്നെ നമ്മൾ ആ ഡൂവർഷിപ്പ് നമ്മൾ എടുക്കുന്നില്ല. ഞാനല്ല ഇത് ചെയ്യുന്നത്, ഞാൻ മാത്രമല്ല ഇത് ചെയ്യുന്നത്, എനിക്ക് മാത്രമാണ് എങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അഹങ്കരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ മൈൻഡ് കൺട്രോളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റേജിൽ എത്തുന്ന ഒരാൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം എന്ന് ഭഗവാൻ പറയുന്നു. അതാണ് അഷ്ടാംഗ യോഗം. ആ അഷ്ടാംഗ യോഗത്തിന്റെ 8 സ്റ്റെപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. യമ, നിയമ, പ്രാണായാമ, ആ 8 പോയിന്റുകളെ ധ്യാന, ആ 8 പോയിന്റുകളെ കുറിച്ച് സമാധി വരെയുള്ള 8 പോയിന്റുകൾ നമ്മൾ പഠിക്കുന്നു. ഈ 8 പോയിന്റുകൾ അല്ലെങ്കിൽ 8 സ്റ്റെപ്പുകൾ ചെയ്തു വരുന്നതിനെയാണ് യഥാർത്ഥ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. അപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവാനിലേക്ക് പ്രാപിക്കുക, ഭഗവാനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് യഥാർത്ഥ യോഗയുടെ പർപ്പസ്. അത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതെല്ലാം കേട്ട് യോഗയുടെ പ്രോസസ്സ് എങ്ങനെയാണ് യോഗ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ജനറൽ കൺസെപ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആസനം അല്ലെങ്കിൽ ആസനവും പ്രാണായാമവും മാത്രമാണ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന യോഗ. പക്ഷെ അതല്ല യോഗ. അപ്പൊ അതിന്റെ യഥാർത്ഥമായ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനെ എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണം, രക്തപുരീയത്തിന്റെ നടുവിൽ കൊണ്ടുവന്ന് കണ്ണ് പകുതി അടച്ച് നാസാഗ്രത്തിലേക്ക് ദൃഷ്ടി തിരിപ്പിച്ച് ഇതിന്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് എന്നെ ധ്യാനിക്കണം. ഈ കാര്യങ്ങൾ, അതിനെല്ലാം മനസ്സിന്റെ കൺട്രോൾ വളരെ പ്രാധാന്യമാണ്. ഇരിക്കേണ്ട പോസ്ചർ എങ്ങനെ ഇരിക്കണം, ഒറ്റയ്ക്ക് ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിരിക്കണം. അർജുനൻ ചോദിച്ചു, കൃഷ്ണ ഇതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ഇതൊക്കെ പ്രാക്ടിക്കലി എനിക്ക് സാധിക്കുമോ? എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും? കൃഷ്ണ, ഈസ് ഇറ്റ് പോസിബിൾ ഫ്രം മൈ സൈഡ്? ഭഗവാൻ പറഞ്ഞു, നീ ഒട്ടും വിഷമിക്കണ്ട. അഭ്യാസേനാതു കൗന്ദയ, ബൈ പ്രാക്ടീസ് ഈസ് പോസിബിൾ. നീ പ്രാക്ടീസ് ചെയ്യൂ, ഇത് സാധിക്കും. അപ്പൊ ഇതെല്ലാം പറഞ്ഞ ശേഷം കൃഷ്ണ അർജുനൻ ചോദിച്ചു, ഭഗവാൻ ഇതെല്ലാം കഷ്ടപ്പെട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പകുതിയിൽ വെച്ച് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ ആവുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും? കംപ്ലീറ്റ് പോയില്ലേ. നൈദർ ഹി കുഡ് എൻജോയ് ദ മെറ്റീരിയൽ ലൈഫ് നോർ ഹി ഈസ് സക്സസ്ഫുൾ ഇൻ ദ സ്പിരിച്വൽ ലൈഫ്. ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും? കൃഷ്ണ സെഡ്, ഡോണ്ട് വറി, there is no misfortune. ഒരിക്കലും ഒരു ദൗർഭാഗ്യം ആ വ്യക്തിക്കില്ല. യു വിൽ റീസ്റ്റാർട്ട് വേർ യു ഹാവ് സ്റ്റോപ്പ്. നീ എവിടെ നിർത്തിയോ അവിടെ നിന്ന് അടുത്ത ജന്മം നിനക്ക് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഞാൻ തരാം. ഹി ഗ്യാരണ്ടീസ്, കൃഷ്ണ ഗ്യാരണ്ടീസ് ദാറ്റ്. ഭഗവാൻ പറയുന്നു, അതിനൊരിക്കലും വിഷമിക്കണം. അതിന് എക്സാമ്പിൾ നമ്മൾ ശില പ്രഭുപാദിനെയും ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജനും ലഭിച്ച ആ ജീവിതം നമുക്ക് തന്നെ അറിയാം. നമ്മുടെ കൺമുൻപിൽ തന്നെ നമുക്കറിയാം. എത്രയോ കുട്ടികൾ, ന്മാരുടെ കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികളെ നമുക്കറിയാം. സോ അവരൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. അവര് നല്ല, അതായത് നമുക്ക് നമ്മളുടെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ രൂപാനുക പ്രഭുവിന്റെ മകളുടെ 2 കുട്ടികൾ, നിങ്ങളൊക്കെ കഴിഞ്ഞ അവരുടെ കുട്ടി സൂര്യവംശിയുടെ കല്യാണത്തിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടാവും. അവർ ഓടി നടന്ന് കംപ്ലീറ്റ് കൃഷ്ണ, എത്രയോ ശ്ലോകങ്ങൾ അവർക്ക് ബൈഹാർട്ട് അറിയാൻ മതി, എത്രയോ ശ്ലോകങ്ങൾ അവർക്ക് ബൈഹാർട്ട് അറിയാം. കൊച്ചു കുട്ടികൾ, 3-4 വയസ്സേ ഉള്ളൂ. സോ അവരൊക്കെ റൈറ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ കൺമുമ്പില്. സോ അപ്പൊ ഭഗവാൻ പറഞ്ഞു, യു വിൽ റീസ്റ്റാർട്ട് ഫ്രം ദെയർ. അപ്പൊ 100% ആ കുട്ടികള് ഇത്രയും ശ്ലോകങ്ങൾ പറയണമെങ്കിൽ ഈ ഒരു ജന്മം കൊണ്ട് പഠിച്ചു ഒന്നുമല്ല. അവർ കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിൽ പഠിച്ചു കൊണ്ടുവന്നതാണ് അവര്.
ഇപ്പോൾ അതൊന്ന് റിവൈവ് ചെയ്തിട്ട് അവർ ഓപ്പൺ ആയിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നത്. ദാറ്റ്സ് വൺ എക്സാമ്പിൾ. ഭഗവാൻ പറഞ്ഞു, സ്റ്റിൽ നിനക്ക് കൺവിക്ഷൻ ആയില്ലേ, ഡോണ്ട് വറി, ഹാവ് അനദർ ഓപ്ഷൻ, എനിക്ക് വേറെ വഴിയുണ്ട്. അതാണ് ഭഗവാൻ അവസാനം പറഞ്ഞു തന്നത്. ഏറ്റവും ബെസ്റ്റ് യോഗി എന്ന് പറഞ്ഞാൽ എന്നെ ധ്യാനിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി സേവനം ചെയ്യുന്നവനാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം എന്നാണ് ഭഗവാൻ പറയുന്നത്. യോഗിനാം അഭി സർവേശാം. സോ എൻ്റെ അഭിപ്രായം ഇതാണ്, ഏറ്റവും ഉത്തമനായ യോഗി എന്ന് പറയുന്നത് എന്നെ ധ്യാനിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവനെയാണ് ഏറ്റവും ബെസ്റ്റ് യോഗി എന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് എൻ്റെ അഭിപ്രായം എന്ന് ഭഗവാൻ പറയുന്നു. ദാറ്റ് ഈസ് എ ഹിന്റ് ടു ദ ഭക്തി യോഗ. അത് ഭക്തിയോഗത്തിന്റെ ഒരു ഹിന്റ് ആണ് ഭഗവാൻ നൽകിയത്. സോ ഫ്രം നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ ഭക്തിയോഗത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഇതിന്റെ ഒരു സമ്മറി. കുറെ ഭാഗങ്ങൾ നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നും. സോ രുക്മിണി ഓൾമോസ്റ്റ് ക്ലിയർ ആണോ? അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ മനസ്സിലാക്കുന്നു എന്നെ ധ്യാനിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ മനസ്സിൽ. വേറെ ബെസ്റ്റ് വേ മതി. ദാറ്റ്സ് ദ ബെസ്റ്റ് വേ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഹരേ കൃഷ്ണ.